hello my dear ones. Welcome to Exam Point. So നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് യൂണിറ്റ് ആയിരുന്നല്ലേ. കുറേ ആർട്ടിസ്റ്റും കുറേ സിംഗേഴ്സിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 2ൻ്റെ ചാപ്റ്റർ 1 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേരെന്താണ്? എ ഷിപ്പ് റെക്ഡ് സെയിലർ. പേര് പറയുന്നത് പോലെ തന്നെ. എന്താണ് പേരിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ? കപ്പൽ തകർന്ന നാവികൻ എന്നാണ് കഥയുടെ പേര് തന്നെ. സോ നമുക്കറിയാം ആ കഥയിൽ എന്തൊക്കെയോ ട്രാജഡി അല്ലെങ്കിൽ ട്രാജിക് സീൻസ് ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ കഥയിൽ എന്താണോ ഉള്ളത്, കഥയുടെ മീൻസ് കഥ നമ്മളോട് പറയുന്നത് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പാഠം പഠിച്ചാലോ അല്ലേ? കഥ കേട്ട് നോക്കാം. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി ചാപ്റ്റർ 1, ദാറ്റ് ഈസ് എ ഷിപ്പ് റെക്ഡ് സെയിലർ. എ ഷിപ്പ് റെക്ഡ് സെയിലർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഒരു പേരായിരിക്കും റോബിൻസൺ ക്രൂസോ. കേട്ടിട്ടുണ്ടോ? ആ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ നമുക്കിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഹാവ് യു ഹേർഡ് ഓഫ് റോബിൻസൺ ക്രൂസോ? Robinson Crusoe is a character in Daniel Defoe's novel The Life and Adventures of Robinson Crusoe, published in the year 1990. അപ്പോൾ 1990 പബ്ലിഷ് ചെയ്ത ഒരു നോവലിലെ ക്യാരക്ടറാണ് റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നത്. ആ റോബിൻസൺ ക്രൂസോയിലും സിമിലർ സംഭവങ്ങൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടിട്ടാണ് ആ കഥ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പാഠമുഖത്തിൽ നിങ്ങളോട് ഇൻട്രോ പറയുന്നത്. Now read the following extract from Robinson Crusoe's diary. അപ്പോൾ റോബിൻസൺ ക്രൂസോ എഴുതിയ ഡയറിയിൽ ഒരു എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്, നമുക്കതൊന്ന് നോക്കാം. September 13, 1659. I, poor miserable Robinson Crusoe, being shipwrecked during a dreadful storm, came ashore on the dismal, unfortunate island which I call the island of despair. എന്താണ് പറയുന്നത്? അവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല, അവിടെ ഒരു സെമി കോളൻ ആണ് അല്ലേ? All the rest of the ship's company been drowned and myself almost dead. ഞാൻ ഏകദേശം ഓൾമോസ്റ്റ് ഡെഡ് എന്ന് വെച്ചാൽ ഞാനൊരു മുക്കാൽ ഭാഗം മരിച്ചു അല്ലെങ്കിൽ ഒരുവിധം മരണത്തിൻ്റെ എന്താണ് വക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള അവസ്ഥയൊക്കെയാണ്. എന്താണ് മിസറബിൾ എന്ന് വെച്ചാൽ വളരെ ദൗർഭാഗ്യനായ റോബിൻസൺ ക്രൂസോ എന്നാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തന്നെ. ഷിപ്പ് റെക്ഡ് ആണ് ഇവിടെയും സംഭവം, അതായത് കപ്പൽ തകർന്നിരിക്കുകയാണ്. എന്താണ് വലിയ ഒരു കൊടുങ്കാറ്റിൽ ആണ് കപ്പൽ തകർന്നിരിക്കുന്നത്. കെയിം അഷോർ ഓൺ ദ ഡിസ്മൽ. ഡിസ്മൽ എന്താണ്? മോശം എന്നർത്ഥമാണ്. അൺഫോർച്ചുനേറ്റ് ഐലൻഡ്. ആ ഐലൻഡിന് റോബിൻസൺ ക്രൂസോ ഇടുന്ന പേരാണ് ദ ഐലൻഡ് ഓഫ് ഡിസ്പെയർ. ഡിസ്പെയർ എന്ന് പറയുമ്പോൾ നിരാശ എന്നാണ്. ഒരു നിരാശയുടെ ഒരു ഐലൻഡ് ആയിട്ടാണ് റോബിൻസൺ ക്രൂസോ അടിഞ്ഞ ആ ഐലൻഡിനെ റോബിൻസൺ ക്രൂസോ വിശേഷിപ്പിക്കുന്നത് തന്നെ. ആൻഡ് മൈസെൽഫ് ഓൾമോസ്റ്റ് ഡെഡ് ആണ്. ബാക്കി എല്ലാവരും മുങ്ങിപ്പോയി എന്നാണ് റോബിൻസൺ ക്രൂസോ പറയുന്നത്. ഓൾ ദ റെസ്റ്റ് ഓഫ് ദ ഡേ ഐ സ്പെൻഡ് ഇൻ afflicting myself at the dismal circumstances I was brought to. ബാക്കി എല്ലാ നേരവും ഞാനിതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ഞാനിതെങ്ങനെ എത്തിപ്പെട്ടുള്ള അവസ്ഥയെക്കുറിച്ച്. I was brought to. I had neither food, house, clothes nor weapon. ഒന്നുമില്ലായിരുന്നു. ഫുഡില്ല, ക്ലോത്ത്സ് ഇല്ല, ഹൗസ് ഇല്ല. ഹൗസ് പിന്നെ ഉണ്ടാവില്ലല്ലോ അല്ലേ? ഒബ്വിയസ്ലി നമ്മൾ പോകുന്ന സ്ഥലത്ത് വീട് കൊണ്ടുപോകാൻ നമുക്ക് ഓപ്ഷൻ ഇല്ല. എന്തായാലും റോബിൻസൺ ക്രൂസോയുടെ ഡയറി എക്സ്ട്രാക്ട് ആണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. In despair I saw nothing but death before me, either that I should be devoured by wild beasts, murdered by savages, or starved to death or for want of food. 3 തരത്തിലുള്ള മരണമാണ് റോബിൻസൺ ക്രൂസോ മുന്നിൽ കാണുന്നത്. ഒന്ന് എങ്ങനെയാണ്? ഒന്ന് devoured by wild beast. വൈൽഡ് ബീസ്റ്റ്സ് ഒക്കെ ഡിവോർഡ് എന്ന് പറയുമ്പോൾ വിഴുങ്ങുക. വൈൽഡ് ബീസ്റ്റ് ഒക്കെ വന്ന് വിഴുങ്ങുക. അല്ലെങ്കിൽ murdered by savages. സാവേജസ് ആരാണ്? കാട്ടാളന്മാർ. കാട്ടിൽ ഇഷ്ടം പോലെ മറ്റേ കാട്ടുജാതിക്കാരുണ്ടാവല്ലോ. കാട്ടുജാതിക്കാർ വലിയ കുഴപ്പമില്ല. അതിൽ കാട്ടാളന്മാർ എന്ന് പറയുമ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ അമ്പും വില്ലൊക്കെ ആയിട്ട് വന്നവർ നമ്മളെയൊന്നും അവിടെ താമസിക്കാൻ സമ്മതിക്കാറില്ല. ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ അല്ലെങ്കിൽ എന്താണ്? സ്റ്റാവ്ഡ്. എന്താണ്? വിശപ്പ് കൊണ്ട് പട്ടിണി കിടന്ന് മരിച്ചു പോകാനും സാധ്യത. അപ്പോൾ 3 തരത്തിലുള്ള മരണമാണ് എന്ത് വന്നാലും മുന്നിലോട്ട് ഉള്ളത്. അറ്റ് ദ അപ്രോച്ച് ഓഫ് നൈറ്റ് ഐ സ്ലെപ്റ്റ് ഇൻ എ ട്രീ. രാത്രിയായപ്പോൾ എവിടെയാണ് കിടന്നുറങ്ങിയ? മരത്തിൽ കിടന്നുറങ്ങി. ഫോർ ഫിയർ ഓഫ് വൈൽഡ് ക്രീച്ചേഴ്സ് ബട്ട് സ്ലെപ്റ്റ് സൗണ്ട്ലി ദോ ഇറ്റ് റെയിൻഡ് ഓൾ നൈറ്റ്. വൈൽഡ് ക്രീച്ചേഴ്സ്, വന്യജീവികളുടെ പേടി കൊണ്ടിട്ട് മരത്തിലാണ് കിടന്നുറങ്ങിയത്. അവിടെയാണ് കിടന്നുറങ്ങിയത്. മഴ ഫുൾ ടൈം മഴയായിരുന്നെങ്കിൽ പോലും സ്ലെപ്റ്റ് സൗണ്ട്ലി എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കം കിട്ടി എന്നാണ് പറയുന്നത്. ഈ ഷിപ്പ്റെക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ കഥയിലൊക്കെ കേൾക്കാനൊക്കെ നല്ലതാണ് അല്ലേ? നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഷിപ്പ്റെക്ക് മൂവി എന്ന് പറയുന്നത് ടൈറ്റാനിക് ആണ്. ടൈറ്റാനിക് കാണാത്ത ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? കണ്ടിട്ടില്ലേ ടൈറ്റാനിക്? ശരിക്കും നടന്ന ഒരു സംഭവമാണ് ടൈറ്റാനിക്. അതിൻ്റെ ഒരു സിനിമാറ്റിക് വേർഷൻ വന്നപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ
ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. കാരണം ഒരു ഫിലിം നമുക്കറിയാം അത് ഭംഗിയായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ അതിന് അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗമൊക്കെ അവരവരുടെയൊക്കെ കയറ്റും. ബട്ട് ദാറ്റ് ഈസ് എ റിയൽ സ്റ്റോറി അല്ലേ, ദാറ്റ് ഹാപ്പൻഡ്. ഒരിക്കലും മുങ്ങില്ല എന്ന് പറഞ്ഞു പോയ കപ്പലാണ് ടൈറ്റാനിക് എന്ന് പറയുന്നത്. പക്ഷെ അതും മുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അല്ലേ. അപ്പൊ നമുക്കറിയാവുന്ന ഷിപ്പ്റെക്കിന്റെ ആ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ലൈഫ് ബോട്ട്സ് മുങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൈഫ് ബോട്ട്സ് ഇല്ലായിരുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ, മൂവി കാണാത്തവരുണ്ടെങ്കിൽ മൂവി കാണുക. ബിക്കോസ് വൺസ് യു സീ സംതിങ് യു വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ് എന്നല്ലേ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഷിപ്പ്റെക്കിന്റെ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് മനസ്സിലാവും. അവിടെ ഇത് സാധാരണ ടൈറ്റാനിക് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഷിപ്പായിരുന്നു, അതിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനും പറയാനും നമുക്ക് ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു യുദ്ധവിമാനോ അല്ലെങ്കിൽ കുറച്ച് പേര് പോകുന്ന യുദ്ധക്കപ്പൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിലെന്ന് പറയുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. നമുക്ക് കുറേ പേരുണ്ടാവില്ല. ചിലപ്പോൾ 5-10 പേരായിരിക്കും, ചിലപ്പോൾ 5 പേരായിരിക്കും, ചിലപ്പോൾ 1-2 പേരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ചരക്ക് കപ്പലൊക്കെ പോകുമ്പോൾ അധികം ആൾക്കാർ അതിലുണ്ടാവില്ല, കുറച്ച് പേരല്ലേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത കപ്പലാവുമ്പോഴാണ്, വിനോദസഞ്ചാരത്തിനുള്ള കപ്പലൊക്കെ ഇപ്പോൾ ടൈറ്റാനിക്കിനെ പോലെയൊക്കെയുള്ള കപ്പലാവുമ്പോഴാണ് അതിൽ കുറേ യാത്രക്കാർ, പല പല ക്ലാസ്സിലുള്ള യാത്രക്കാർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ റോബിൻസൺ ക്രൂസോ എന്തായാലും തനിച്ചാക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു ഷിപ്പ്റെക്ക് നോവൽ അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഒരു ഭാഗം, ഒരു ഡയറിയിൽ എക്സ്ട്രാക്റ്റ് ആണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഹാപ്പൻ ടു റോബിൻസൺ ക്രൂസോ? ക്രൂസോനെ എന്താ പറ്റിയെന്നാ ചോദിച്ചേക്കുന്നത്. എന്താ പറ്റിയത്? വാട്ട് ഹാപ്പൻ? ഷിപ്പ്റെക്ഡ് ആയതല്ലേ അല്ലേ. ഹി വാസ് ഷിപ്പ്റെക്ഡ് ആൻഡ് ഹി വാസ് ഓൾ അലോൺ ഇൻ ദ ഷോർ. വൈ ഡസ് ഹി കോൾ ദ ഐലൻഡ് ഓഫ് ഡെസ്പെയർ? എന്തുകൊണ്ടാണ് ആ ഐലൻഡിനെ നിരാശയുടെ ഐലൻഡ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദർ ഇസ് നോ ഹോപ്പ് ലെഫ്റ്റ്, ഓർ ദർ ഇസ് നോ ഹോപ്പ് ഓഫ് റേ ദാറ്റ് ക്യാൻ ബി സീൻ അല്ലേ. പ്രതീക്ഷയുടെ ഒരു തിരുനാളം പോലും എവിടെയും ഇല്ല, വേറെ ഒരു പ്രതീക്ഷയും ഇല്ലാത്തത് കൊണ്ടിട്ടാണ് ആ ഐലൻഡിനെ നിരാശയുടെ ഐലൻഡ് എന്ന് റോബിൻസൺ ക്രൂസോ വിളിക്കുന്നത്. വാട്ട് യു തിങ്ക് മൈറ്റ് ബി ഓൺ ദ ഫീലിംഗ്സ് ഓഫ് എ മാൻ ഹു ഈസ് ഓൾ അലോൺ ഇൻ എ ഡെസേർട്ട് ലാൻഡ്? ഒരു മരുഭൂമിയിൽ ഒറ്റക്കാക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഫീലിംഗ് എന്തായിരിക്കും എന്നാണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായിരിക്കും ആ ഫീലിംഗ്? നമ്മൾ ഒറ്റക്കാകുന്നതും നമ്മൾ സ്വയം ഒറ്റക്കാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഒരു സോളോ ട്രിപ്പ് പോകണം എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ, സോ ഐ വിൽ എൻജോയ് മൈ യുവർ ഓൺ കമ്പനി അല്ലേ. എനിക്ക് എൻ്റെ കമ്പനി ഇഷ്ടമായിരിക്കും, ബിക്കോസ് ഞാൻ തീരുമാനിച്ച് പുറപ്പെടുകയാണ്. പക്ഷെ ഒരു യാത്രയിൽ ഒരുപാട് പേരും കൂടി പോയ യാത്രയിൽ എന്തെങ്കിലും അപകടം എന്തെങ്കിലും പറ്റി ഞാൻ ഒറ്റക്കാക്കപ്പെടുന്നതും അപ്പം ഞാൻ എൻജോയ് ചെയ്യും എൻ്റെ കമ്പനി. ഐ വിൽ നോട്ട് എൻജോയ് മൈ ഓൺ കമ്പനി അല്ലേ. ഞാൻ പുറപ്പെട്ടത് ഒരു ഗ്രൂപ്പായിട്ടാണ്. ആ ഗ്രൂപ്പിൽ ഇപ്പോൾ ഞാൻ മാത്രം അവശേഷിക്കുന്നുള്ളൂ എന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒറ്റക്കാക്കപ്പെടുന്ന മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് അയാൾ എന്ത് ചെയ്യും, അയാൾക്ക് എന്തായിരിക്കും ആ ഫീലിംഗ്, ഇതൊന്നും നമുക്ക് പറയാനും കൂടി ഓർക്കാനും കൂടി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ആ പാട്ടിൽ മനസ്സിലായില്ലേ? ഇമാജിൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ലീവ് അലോൺ ഇൻ എ ഡെസേർട്ടഡ് ഐലൻഡ്. നിങ്ങൾ ഒറ്റക്ക് താമസിക്കാൻ പോവാണ് ഒരു മരുഭൂമി പോലത്തെ ഒരു ഐലൻഡിൽ. അപ്പൊ എന്താണ്, യു ആർ ഗോയിങ് ടു ബി ദർ ഫോർ എ വീക്ക്. ഒരാഴ്ചയാണ് നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള കാലാവധി. യു ക്യാൻ ആസ്ക് ഫോർ ഓൺലി 5 തിങ്സ് ടു ലീവ്. നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ 5 കാര്യങ്ങൾ മാത്രം ചോദിക്കാം. വാട്ട് വുഡ് ദേ ബി ആൻഡ് വൈ വുഡ് യു ആസ്ക് ദം? 5 കാര്യങ്ങൾ ചോദിക്കാം. അത് എന്തൊക്കെയാണ് നിങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ടാണ് അത് നിങ്ങൾ ചോദിക്കുന്നതും എന്നാണ് ചോദ്യം. എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചോദിക്കുക? അപ്പോൾ ഒരു ഐലൻഡിലാണ് നിങ്ങൾ പോകാൻ പോകുന്നത് ഒരാഴ്ചത്തേക്ക്. അപ്പോൾ നിങ്ങളോടത് സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കസ് വൈ യു നീഡ് ഈച്ച് ഓഫ് ദം. നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാനാണ് പറയുന്നത്. ജസ്റ്റ് കുറച്ച് 5 സാധനങ്ങൾ, ഒരു പ്രധാനപ്പെട്ട ഒരു അത്യാവശ്യം വേണ്ട 5 സാധനങ്ങളുടെ പേരെന്ന് പറയുമ്പോൾ, ക്ലോത്ത്സ് നമുക്ക് വേണ്ടേ. നമ്മൾ ഏത് അവസ്ഥയിലാണ്? മരുഭൂമിയിലാണ്. അപ്പം മരുഭൂമിയിൽ എന്ന് പറയുമ്പോൾ വെയിലായിരിക്കും, ഡ്രസ്സ് ഇല്ലാത്ത അവസ്ഥ പറ്റുമോ? ചൂടാണ്, ഓക്കെ, നമുക്ക് ഡ്രസ്സ്, എന്നാലും നമുക്ക് ഡ്രസ്സ് വേണമല്ലോ. ശരീരം പൊള്ളുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഡ്രസ്സ് ഇട്ട് തന്നെ പൊള്ളുന്നതല്ലേ അല്ലേ. അപ്പോൾ മരത്തിൻ്റെ അടിയിൽ ഡെസേർട്ടഡ് ലാൻഡിൽ മരങ്ങൾ കുറവായിരിക്കും, എങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തണലുള്ള ഭാഗത്തൊക്കെ പോയി നിൽക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും മസ്റ്റ് നീഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ബേസിക് നീഡ്സ് ഉണ്ട്. അതിലൊന്നായിട്ട് നമുക്ക് ക്ലോത്ത്സ് ചോദിക്കാം, ഒരാഴ്ചത്തേക്കുള്ള ക്ലോത്ത്സ് ചോദിക്കാം. സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഫുഡ്. കാരണം നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് ഫുഡ് ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പം നമുക്ക് ഫുഡ് പറയാം. പിന്നെ നമുക്ക് എന്താണ്, അതും ഒരാഴ്ചത്തേക്കുള്ള ഫുഡാണ്. ഇപ്പം ഞാൻ വല്ല കറിയൊക്കെ വെച്ചിട്ട് പോകാൻ പറ്റുമോ? ചീത്തയായി പോവില്ലേ? സോ ചീത്തയാവാത്ത ടൈപ്പിലുള്ള ഫുഡ് ചോദിക്കാം. ദാറ്റ് ഇസ് ഓൾസോ എ ബേസിക് നീഡ്. പിന്നെ വേണ്ടത് വാട്ടറാണ്. ആ ഡെസേർട്ടഡ് ലാൻഡിൽ എങ്ങനത്തെ വാട്ടറാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല. ഒറ്റപ്പെട്ട സ്ഥലമാണ്, ഐലൻഡാണ്, ഒറ്റപ്പെട്ട ഐലൻഡിലാണ് നിങ്ങൾ പോകുന്നത്.
അതായത് ആരുമില്ല. അതാണ് ഡെസേർട്ടഡ് എന്ന വാക്കിനെ ഉദ്ദേശിക്കുന്നത്, മരുഭൂമി എന്നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചൂടുണ്ടാവാം, വെയിലുണ്ടാവാം, തണുപ്പുണ്ടാവാം, ഏതവസ്ഥയാണെന്ന് നിങ്ങൾക്ക് പറയാനും കൂടി പറ്റില്ല. അത് ഓരോ സീസൺ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അപ്പം നമ്മളിപ്പോൾ ക്ലോത്ത്സ് പറഞ്ഞു, ഫുഡ് പറഞ്ഞു, ഇനി നമ്മൾ പറയുന്നത് വാട്ടറാണ്. കാരണം ഡെസേർട്ടഡ് ഐലൻഡ് എന്ന് പറയുമ്പോൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായിരിക്കും, പക്ഷെ ഉപ്പുവെള്ളമായിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അഴുക്ക് വെള്ളമായിരിക്കും. സോ ഫ്രഷ് വാട്ടർ സ്കാർസിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് വെള്ളം പറയാം. പിന്നെ എന്താണ് ഇനി മാച്ച് സ്റ്റിക്സ്. എന്തിനാണ് മാച്ച് സ്റ്റിക്സിൻ്റെ ആവശ്യം? നമുക്കറിയാം പണ്ട് കാലത്ത് വന്യജീവികളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് കല്ലുകൊണ്ട് തീ ഉറച്ച് അങ്ങനെയാണ് ആ തീ കണ്ടുപിടിക്കണതും ലൈക്ക് ഫുഡ് അവർ പാകം ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്കൊരു മാച്ച് സ്റ്റിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഒരു മാച്ച് സ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഈവൻ നമുക്ക് തണുപ്പാണെങ്കിൽ ചൂട് കായാൻ പറ്റും, നമ്മൾക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ഫുഡ് കിട്ടുവാണെങ്കിൽ വേവിച്ച് തിന്നാൻ പറ്റും, മീനൊക്കെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അല്ലേ, പൊള്ളിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ പറ്റും, ഈവൻ വന്യമൃഗങ്ങളെ ഓടിക്കാൻ പറ്റും. അപ്പോൾ മാച്ച് സ്റ്റിക്സ് എന്ന് പറയുന്ന സംഭവം വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഒരു ഡെസേർട്ടഡ് ലാൻഡിൽ. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ബുക്സ്. കാരണം നിങ്ങളവിടെ ഒറ്റക്കാണ്, മൊബൈലിനൊന്നും റേഞ്ചേ ഉണ്ടാവില്ല, TV ഇല്ല, പിന്നെ എന്താണ് വഴി? ബുക്സ് അല്ലേ. ബുക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റക്കാക്കപ്പെടില്ല എന്ന് നമുക്ക് തോന്നും. നമ്മൾ ആ ബുക്കിൽ മുഴുകി അങ്ങനെ കഴിയുവാണെങ്കിൽ ടൈം പോകണതും അറിയില്ല. യു ക്യാൻ സ്പെൻഡ് 1 week there happily. അപ്പം മനസ്സിലായല്ലോ, ഇത് എൻ്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ ഓപ്ഷൻസ് വേറെ ആയിരിക്കാം. എങ്കിലും മിസ് പറഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കും വരും എന്നാണ് മിസ്സിൻ്റെ ഒരു തോന്നൽ. കാരണം ഇത് ഫുഡ് വേണം, വെള്ളം വേണം, അതൊക്കെ ബേസിക് നീഡിലുള്ളതല്ലേ. ക്ലോത്ത്സും വേണം. മാച്ച് സ്റ്റിക്സിന് വരെ നിങ്ങൾ വല്ല വടിയോ കത്തിയോ ഒക്കെ മതി എന്ന് വിചാരിച്ചാൽ ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, അപ്പം നമുക്ക് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഷിപ്പ്രെക്ട് സെയിലറിൻ്റെ ഓഥറിനെ കുറിച്ച് ഒന്ന് നോക്കാം. സോ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഓഥർ. ആരാണ് ഓഥർ? ഗബ്രിയേൽ ഗാർസിയ മാർക്സ്. അതാണ് നമ്മുടെ ഓഥർ. ഗബ്രിയേൽ ഗാർസിയ മാർക്സ് ആണ് നമ്മുടെ ഓഥർ. സോ ഹി വാസ് ബോൺ ഇൻ 1928. 1928 ജനിച്ചത്. മരിച്ചു കഴിഞ്ഞു ഇറ്റ് ഈസ് 2014 അല്ലേ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ വല്ല വഴിയുണ്ടോ? കേട്ടിട്ടുണ്ടോ? സാധ്യതയില്ല. വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ, സ്ക്രീൻ റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ്. അപ്പോൾ ഒരുപാട് ഡെഫിനിഷൻസ് ഉള്ള ഒരാളാണ്. നോവലിസ്റ്റ് ആയിരുന്നു, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്, സ്ക്രീൻ റൈറ്റർ ആയിരുന്നു, ജേർണലിസ്റ്റ് ആയിരുന്നു. സോ ഇത്രയും പദവികൾ അദ്ദേഹത്തിന് ഉണ്ട്. ഹി വാസ് കോൾഡ് അഫെക്ഷനേറ്റ്ലി ഗാബോ. ഗാബോ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. സ്നേഹത്തോടെ, അഫെക്ഷനേറ്റ്ലി എന്ന് പറയുമ്പോൾ സ്നേഹത്തോടെ ഗാബോ എന്നാണ് വിളിച്ചിരുന്നത്. ഹി വാസ് അവാർഡഡ് ദ ന്യൂസ്റ്റഡ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1972 ആൻഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. അപ്പോൾ 1972 ഇന്റർനാഷണൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചറും കിട്ടിയിട്ടുണ്ട്, നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ 1982 കിട്ടിയിട്ടുണ്ട്. മാർക്സ് ഫസ്റ്റ് മേജർ വർക്ക് ഇസ് ദ സ്റ്റോറി ഓഫ് എ ഷിപ്പ്രെക്ട് സെയിലർ. അപ്പോൾ ഫസ്റ്റ് മേജർ, ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വർക്കാണ് സ്റ്റോറി ഓഫ് എ ഷിപ്പ്രെക്ട് സെയിലർ. അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. വിച്ച് ഹി റോട്ട് ആസ് എ ന്യൂസ് പേപ്പർ സീരീസ് ഇൻ 1955. 1955 ജേർണലിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോഴായിരുന്നിരിക്കും ഒരു ന്യൂസ് പേപ്പറിൽ, ചില ന്യൂസ് പേപ്പേഴ്സിൽ നിങ്ങൾ സൺഡേ ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ചില സപ്ലിമെൻറ്റ്സിൽ നമുക്കിങ്ങനെ ഒരു കണ്ടിന്യൂഷൻ സീരീസ് പോലെ കഥകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഈ സൺഡേ ആയിരിക്കും വരിക, പിന്നെ അടുത്ത സൺഡേ നമ്മളത് വെയിറ്റ് ചെയ്തിരിക്കണം ആ കഥയുടെ അടുത്ത ഭാഗം അറിയാൻ വേണ്ടിയിട്ട്. സോ ആ ക്യൂരിയോസിറ്റി ഒക്കെ ഉള്ള ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഈ ഷിപ്പ്രെക്ട് സെയിലറും അതുപോലെയാണ് അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഒരു ന്യൂസ് പേപ്പർ സീരീസ് പോലെയാണ് 1955 വന്നത്. ഹിസ് ബെസ്റ്റ് നോൺ നോവൽസ് ഇൻക്ലൂഡ് 100 Years of Solitude. വായിച്ചിട്ടുണ്ടോ? 100 Years of Solitude. ഒരൊറ്റയ്ക്ക് ഒരു 100 വർഷം. അത് 1967 ആണ്. മിസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, തീർന്നിട്ടില്ല. അത്ര ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം സോളിറ്റ്യൂഡിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, നമുക്കൊക്കെ അതെങ്ങനെ ഇരിക്കും എന്ന് പറയാൻ പറ്റില്ല. ദ ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക് 1975 ആൻഡ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ 1985. സോ ഇതൊക്കെയാണ് മേജർ നോവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ച് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടി. നമുക്ക് അദ്ദേഹത്തിൻ്റെ മേജർ വർക്കായ ഷിപ്പ്രെക്ട് സെയിലറിലോട്ട് പോകാം. എ ഷിപ്പ്രെക്ട് സെയിലർ. The story of a shipwrecked sailor tells the saga of Luis Alejandro Velasco, a 20-year-old sailor who was washed overboard during a storm in the middle of the Caribbean Sea on February 28, 1955. സോ അതൊരു ലോങ് സെൻറ്റൻസ് ആണ്. പക്ഷേ ലോങ് സെൻറ്റൻസിൽ തന്നെ നമുക്ക് കഥയുടെ മെയിൻ ആളെ നമുക്ക് മനസ്സിലാവും. ആരാണ് അയാൾ? ലൂയിസ് അലജാൻഡ്രോ വെലസ്കോ. വെലസ്കോ എന്നാണ് സ്റ്റോറിയുടെ ഉള്ളതിലെല്ലാം പറയുന്നത്. അപ്പോൾ വെലസ്കോ ആണ് നമ്മുടെ സെയിലർ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? സെയിലർ ഹി വാസ് വാഷ്ഡ് ഓവർബോർഡ് അല്ലേ,
ഒഴുക്കിൽ പെട്ടു അല്ലെങ്കിൽ കപ്പൽ മുങ്ങിപ്പോയപ്പോൾ രക്ഷപ്പെട്ട ഒരാളാണ് എന്ന് പറയാം. സ്റ്റോമിൽ തന്നെയാണ് ഇവിടെയും കൊടുങ്കാറ്റാണ്. ഈ കപ്പലിലും അതിലൊക്കെ പോകുമ്പോഴുള്ള മെയിൻ ഇതെന്ന് പറയുമ്പോൾ ഈ കൊടുങ്കാറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ കൺട്രോൾ കിട്ടില്ല, അല്ലെങ്കിൽ ആ കാറ്റിനനുസരിച്ച് കാറ്റ് വന്ന് അടിക്കും. അപ്പോൾ തിരമാലയൊക്കെ വന്ന് അങ്ങനെയല്ലേ കപ്പലൊക്കെ നശിച്ചു പോണത്. സോ കരീബിയൻ സീയിൽ February 28, 1955 നടന്ന സംഭവമാണ്. Clinging to a life raft without food and water, he survived 10 days on the open sea. അപ്പോൾ ലൈഫ് റാഫ്റ്റ് എന്ന് പറയുന്നത് ലൈഫ് ബോട്ട് എന്ന് പറയുമ്പോൾ അത്ര വലിയ കാട്ട് ലൈഫ് ബോട്ടൊന്നും അല്ല, നമ്മൾ ടൈറ്റാനിക്കിൽ കണ്ട ലൈഫ് ബോട്ടൊന്നും അല്ല, ചെറിയൊരു ബോട്ട്, അധികം പേര് പോയ കപ്പലൊന്നും അല്ല. അപ്പോൾ അതിലുണ്ടാവുന്ന ലൈഫ് റാഫ്റ്റിനും അത്ര വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ പറ്റിപ്പിടിച്ച് അല്ലെങ്കിൽ തൂങ്ങിപ്പിടിച്ച് കിടന്നുകൊണ്ടിട്ട് 10 ദിവസമാണ് സർവൈവ് ചെയ്തത്. 10 ദിവസം വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ, ഭക്ഷണവും വെള്ളവും ഇല്ലാണ്ട്. വാട്ട് ഹാപ്പൻ ടു വെലസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ്? എങ്ങനെയാണ് വെലസ്കോനും വെലസ്കോന്റെ ഷിപ്പ്മേറ്റ്സ് എന്ന് പറയുമ്പോൾ കപ്പലിൽ കൂടെ ഉണ്ടായിരുന്ന യാത്രികർക്കും എന്താണ് സംഭവിച്ചത്? റീഡ് ദി ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ നോവല്ല ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദം. നോവല്ല എന്ന് പറയുമ്പോൾ നോവല് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ നോവല് വായിച്ചിട്ട് അതിലെന്താണ് സംഭവിച്ചത്, അവർക്കൊക്കെ എന്താണ് സംഭവിച്ചത്? വെലസ്കോ 10 ദിവസമാണ് കിടന്നത് വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ, നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. മൈ ഫസ്റ്റ് ഇംപ്രഷൻ. ഇനി കഥ പറയുന്നത് വെലസ്കോ ആണ് കേട്ടോ. ഓക്കെ, കഥ പറയുന്ന ആള് പ്രൊട്ടഗോണിസ്റ്റ് ആക്ച്വലി വെലസ്കോ ആണ് കഥ പറയുന്നത്. ഈ മൈ എന്ന് പറയുന്നിടത്തൊക്കെ വെലസ്കോ ആണ് കഥ പറയുന്നത്. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഐ വാസ് അട്ടേൺലി എലോൺ ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ. ഞാൻ ആദ്യം വിചാരിച്ചത്, എൻ്റെ മുമ്പിൽ വന്ന ആദ്യത്തെ വിചാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്, ഞാൻ ഓഷ്യനിൽ, ഞാൻ ആ കടലിൽ കംപ്ലീറ്റ്ലി എലോൺ, അട്ടേർലി എലോൺ എന്ന് പറയുമ്പോൾ ആരുമില്ലാതെ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുവാണ് എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻടു ആൻ അബീസ് ആൻഡ് ഡിസപ്പിയർഡ്. ദ ഷിപ്പ് പ്ലങ്ഡ് എന്ന് പറയുമ്പോൾ മുങ്ങി, അബീസ് എന്ന് പറയുമ്പോൾ അഗാധത്തിലോട്ട്. അപ്പോൾ ഷിപ്പ് പ്ലങ്ഡ് ഇൻടു ആൻ അബീസ്, അഗാധത്തിലോട്ട് മുങ്ങിയിട്ട്, ആൻഡ് ഡിസപ്പിയർഡ്, കാണാതെയായി. ഐ ഹാഡ് നോ ഐഡിയ വാട്ട് വാസ് ഹാപ്പനിങ്. എനിക്ക് ഒന്നും മനസ്സിലായില്ല, എന്താ നടക്കുന്നതെന്നും മനസ്സിലാക്കുന്നതിന് മുമ്പ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. I took hold of one of the bobbing crates and stupidly began to contemplate the sea. അപ്പോൾ ഞാൻ അവിടെ ക്രേറ്റ് എന്ന് പറഞ്ഞത് ഈ ഷിപ്പിന്റെ ഇതാണ്, തോഴ. അതിൽ ഇതായിട്ട് പിടിച്ചു നിന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കോണ്ടംപ്ലേറ്റ് ദ സീ. കോണ്ടംപ്ലേറ്റ് എന്ന് വെച്ചാൽ കടലിനെ മുറിച്ച് കടക്കാനായിട്ട്, അല്ലെങ്കിൽ കടലിനെ തരുന്ന മറികടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ. വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരു ദിവസമായിരുന്നു. അല്ലാതെ നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ നമുക്കറിയാം മഴക്കാരൊക്കെ വരുമ്പോൾ പറയും ആ മഴ പെയ്യാം, നമുക്കറിയാം, ഊഹം കിട്ടും. പക്ഷേ ഈ കടലിൽ, ഈ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് തോന്നിയത് അതൊരു പെർഫെക്റ്റ്ലി നല്ലൊരു ദിവസമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തത്. ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ക്ലിയർ ഡേ. Except for choppy waves produced by the wind and the cargo scattered across the surface, there was no evidence of a shipwreck. ചോപ്പി വേവ്സ്, അലയടിച്ചുകൊണ്ടുവന്ന തിരമാലകളും, അത് കാറ്റിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെയാണല്ലോ കടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിരമാലകൾ. ഇപ്പം നമ്മൾ കടൽ തീരത്ത് നിന്നാലും തിരമാലകൾ ഇങ്ങനെ അടിച്ചടിച്ച് വരാറുണ്ട്. അപ്പം അത് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും തോന്നിയില്ല. ഒരു കപ്പൽ മുങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു കുഴപ്പങ്ങളും കടലിനുള്ളതായിട്ട് നമുക്ക് തോന്നിയില്ല. സാധാരണ ഈ മീൻ പിടിക്കാൻ പോകുന്നവർക്കും നാവികർക്കും ഒക്കെ കടൽ ലക്ഷണം നോക്കിയിട്ട് എന്തെങ്കിലും അപകടം വരാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ വരും എന്ന് ഒരു സാധ്യത അവർ എപ്പോഴും കാണാറുണ്ട്. കാരണം അതാണ് കടലുമായിട്ട് യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇപ്പം മാനത്ത് നോക്കി മഴക്കാരുണ്ടെങ്കിൽ മഴ പെയ്യുമെന്ന് നമുക്ക് പറയാമെങ്കിൽ ഇത് ഇത്രയും ശീലമായ ആൾക്കാർക്ക് മനസ്സിലാവും. എന്തായാലും വെലസ്കോന്റെ പ്രായം 20 വയസ്സാണെന്ന് ഓർത്തേക്കണം. 20 വയസ്സെന്ന് പറയുമ്പോൾ അനുഭവ സമ്പത്തൊക്കെ വളരെ കുറഞ്ഞ ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാവില്ലേ? It was as if in that instant I had awakened from a moment's deep sleep. ഞാനിത് വലിയൊരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. ഈ ഞാൻ എന്ന് പറയുന്നത് എപ്പോഴും വെലസ്കോ ആണ് കേട്ടോ. It dawned on me that I wasn't alone in the sea. അതെന്നെ ഓർമ്മപ്പെടുത്തി ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത്. എന്താണ്? There, only a few meters away, കുറച്ച് മീറ്റർ അപ്പുറത്തായിട്ട്, my mates were shouting to one another are trying to stay afloat. പൊങ്ങിക്കൊണ്ട്, അതായത് ഞാൻ കുറച്ച് മീറ്ററുകൾക്ക് അപ്പുറത്ത് എൻ്റെ മേറ്റ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ വന്ന നാവികരെ ഞാൻ അങ്ങാടും ഇങ്ങാടും ഷൗട്ട് ചെയ്യണത്, അതായത് രക്ഷിക്കൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒച്ചെടുക്കുന്നത്. ആൻഡ് ട്രൈങ് ടു സ്റ്റേ അഫ്ലോട്ട് എന്ന് പറയുമ്പോൾ പൊങ്ങിക്കിടക്കാനായിട്ട് ശ്രമിക്കുന്നതും ഞാൻ കണ്ടു. സോ അറ്റ് ദാറ്റ് മൊമെന്റ് ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹി വാസ് നോട്ട് എലോൺ, അല്ലേ, ഒറ്റയ്ക്കല്ല. ആ സമയത്താണ് വെലസ്കോന് മനസ്സിലായത് വെലസ്കോ ആ നടുക്കടലിൽ ഒറ്റയ്ക്കല്ല എന്നുള്ളത്. ക്വിക്ക്ലി ഐ ബിഗാൻ ടു തിങ്ക്. പെട്ടെന്ന് ഞാൻ ആലോചിക്കാൻ ആരംഭിച്ചു. ഐ കുഡന്റ് സ്വിം ഇൻ ജസ്റ്റ് എനി ഡയറക്ഷൻ. എനിക്ക് ഏതെങ്കിലും ഒരു വശത്തോട്ട് നീന്താനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? കടലാണേ. കടൽ എന്ന് പറയുമ്പോൾ തിരയുണ്ട്. ആ തിരയുടെ മറികടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വെറുതെയാണ്. ആ തിരനെ തോപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല. I knew we were about 50 miles from Cartagena, but I was not yet frightened.
അപ്പോൾ അവർ 50 മൈൽസ് ദൂരെയാണ് എവിടെ നിന്ന് കാർട്ടഗനയിൽ ആൻഡ് ബട്ട് പേടിയൊന്നും തോന്നിയില്ല. ഫോർ എ മൊമെന്റ് ഐ തോട്ട് ഐ കുഡ് ഹോൾഡ് ഓൺ അൺടിൽ ഹെൽപ്പ് അറൈവ്ഡ്. ഈ ഇങ്ങനെയുള്ള മുങ്ങി കപ്പലൊക്കെ വരുമ്പോൾ ആ കടലിൽ കൂടെ വേറെ ഷിപ്പും വേറെ ബോട്ടും ഒക്കെ പോകുമ്പോൾ നമുക്ക് ഹെൽപ്പൊക്കെ ചോദിക്കാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഒരു സഹായം വരുന്നവരെ എനിക്ക് കിടക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയാണ്, പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയാണ് ആർക്കുണ്ടായത്? വെലസ്കോന് ഉണ്ടായത്. It was reassuring to know that all around me other sailors were also in the same predicament. ബാക്കിയുള്ളവരും അതേ ഒരു പ്രതീക്ഷയിലായിരുന്നു എന്നുള്ളത് ശരിക്കും ഒരു അഷ്വറിംഗ് ആയിരുന്നു. ആ സമയത്ത് നമ്മളെ സമാധാനിപ്പിക്കാൻ പോരുന്ന ഒരു കാര്യമായിരുന്നു. ബാക്കി എല്ലാ സെയിലേഴ്സും ഓൾറെഡി എല്ലാവരെയും കണ്ടിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവരൊക്കെയും വെള്ളത്തിൽ പൊങ്ങി കിടപ്പുണ്ട്. അപ്പോൾ അവർ ആ ഒരു ഇതിൽ തന്നെയാണ്, ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവരും ഉള്ളത്. ദാറ്റ് വാസ് വെൻ ഐ സോ ദ റാഫ്റ്റ്. അപ്പോഴാണ് ഞാൻ റാഫ്റ്റ് കണ്ടത്. റാഫ്റ്റ് എന്ന് പറയുമ്പോൾ ചങ്ങാടം. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അപ്പോൾ വെലസ്കോ ആണ് നമ്മുടെ കഥയിലെ നായകൻ, വെലസ്കോ ആണ് രക്ഷപ്പെടുന്ന ആളെന്ന് നമുക്ക് മനസ്സിലായി. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. There were 2 life rafts about 7 meters apart. 7 മീറ്റർ അപ്പുറത്ത് മാറി 2 ലൈഫ് റാഫ്റ്റ്, 2 ചങ്ങാടം കണ്ടു. They appeared unexpectedly on the crest of a wave near when my mates were calling out. അപ്പോൾ അത് തിരമാല, ആ ക്രെസ്റ്റ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞാൽ ഉയർന്നു പൊങ്ങുന്ന തിരമാലയാണ്. തിരമാല നമുക്കറിയാം വളരെ വലിപ്പത്തിൽ പോരുന്ന, ഇവർ നമ്മുടെ തീരത്ത് നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ, കടലിൻ്റെ ഉൾക്കടലിലാണ് അവരിലുള്ളത്. അപ്പോൾ ആ തിരമാലയുടെ വലിപ്പം എന്ന് പറയുന്നത് അതനുസരിച്ച് തന്നെയായിരിക്കും. സോ ആ ഉയർന്നു പൊങ്ങുന്ന തിരമാലകളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റി എന്നുള്ളതാണ്? 2 ചങ്ങാടം കാണാൻ പറ്റി എന്നുള്ളതാണ്. ആ മെയ്റ്റ്സ് ഇല്ലേ, മെയ്റ്റ്സ് എന്ന് പറയുന്നത് സഹയാത്രികർ അവിടെ വിളിച്ചു കൂവിയുന്ന ആ സ്ഥലത്ത് ഈ 2 ചങ്ങാടവും കാണാൻ പറ്റി. ഇറ്റ് സീംഡ് ഓഡ് ദാറ്റ് നൺ ഓഫ് ദം കുഡ് റീച്ച് ദ ലൈഫ് റാറ്റ്സ്. അവർക്കാർക്കും തന്നെ ആ ലൈഫ് റാറ്റ്സിന്റെ അടുത്തെത്താൻ പറ്റില്ല എന്നുള്ളത് വളരെ വിചിത്രമായി തോന്നി. ഇൻ ആൻ ഇൻസ്റ്റന്റ് വൺ ഓഫ് ദ റാറ്റ് ഡിസപ്പിയർഡ് ഫ്രം വ്യൂ. പെട്ടെന്ന് ഞൊടിഞ്ഞിടയിൽ എന്തു പറ്റി? ഒരു റാഫ്റ്റ് കാണാതെയായി. കടലാണേ, തിരയാണ്, അത് ഇങ്ങനെ അടിച്ചു മാറി വേറെ സ്ഥലത്തോട്ടൊക്കെ പോകും. I couldn't decide. I found myself swimming towards the one I could see, which was moving farther away from me. എനിക്ക് പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ എന്തായത്, വെലസ്കോ സ്വിം ചെയ്യാൻ തുടങ്ങി. വെലസ്കോന് കാണാൻ പറ്റുന്ന ആ റാഫ്റ്റിന്റെ അടുത്തോട്ട് സ്വിം ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഈ റാഫ്റ്റ് അതനുസരിച്ച് എന്താണ്, ഒഴുകി അകന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളം എന്ന് പറയുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ തിര അടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്, വെറുതെ നിൽക്കുന്ന വെള്ളമല്ല. അപ്പോൾ അത് വെലസ്കോ നീന്തുന്നു, റാഫ്റ്റ് അതിനനുസരിച്ച് ദൂരെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. I swam for about 3 minutes. 3 മിനിറ്റോളം ആരാണ് നീന്തിയത്? വെലസ്കോ നീന്തി. I lost sight of the raft momentarily, but I was careful not to lose my bearings. പക്ഷെ ഞാൻ റാഫ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ കാണാതാവുന്നുണ്ടായിരുന്നു, ഒരു മിന്നായം പോലെ മറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഹോൾഡ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു. സഡൻലി എ റഫ് വേവ് പുഷ് ദ റാഫ്റ്റ്സ് അലോngside me. It was huge, white and empty. പെട്ടെന്നൊരു വലിയൊരു റഫ് വേവ് വന്നിട്ട്, ഒരു റഫ് വേവ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഒരു തിരമാലയല്ല, അത് വന്ന് പുഷ് ചെയ്ത് റാഫ്റ്റിനെ ആരുടെ അടുത്ത് എത്തിച്ചു എന്നാണ് പറയുന്നത്? വെലസ്കോന്റെ അടുത്ത് എത്തിച്ചു. റാഫ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരുന്നു, വൈറ്റ് ആയിരുന്നു ആൻഡ് എംറ്റി ആയിരുന്നു, കാലിയായിരുന്നു. ഐ സ്ട്രഗിൾ ടു ഗ്രാബ് ദ റിഗ്ഗിങ് ആൻഡ് ജംപ്ഡ് എബോർഡ്. റിഗ്ഗിങ്ങിൽ പിടിച്ചിട്ട്, റിഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷിപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഒരു ചരടാണ്. ആ റിഗ്ഗിൽ പിടിച്ച് കയറി അതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കി. ഐ മെയ്ഡ് ഇറ്റ് ഓൺ ദ 3rd try. 3ാമത്തെ പ്രാവശ്യമാണ് എനിക്കത് പറ്റിയത്. Once on the raft, panting, whipped by the wind, immobilized and freezing, I found it hard to sit up. റാഫ്റ്റിൽ കയറി, 3ാമത്തെ ട്രൈ കയറി. പാൻറ്റിംഗ് ആണ്. പാൻറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? കിതച്ചുകൊണ്ടിരിക്കുകയാണ്. പാൻറ്റിംഗ് ആണ്. വിപ്ഡ് ബൈ ദ വിൻഡ് അല്ലേ, അതിങ്ങനെ കാറ്റിൻ്റെ ഇതനുസരിച്ച് മൂവ് ചെയ്യണം. ഇമ്മൊബിലൈസ്ഡ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ തണുത്ത, ഫ്രീസിങ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. Then I saw 3 of my mates near the raft trying to reach it. ഞാൻ അത് കഴിഞ്ഞപ്പോഴാണ് 3 എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 മേറ്റ്സിനെ കണ്ടത്. അവരും ഈ റാഫ്റ്റ് ചങ്ങാടത്തിനടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. I recognized them immediately. ഞാൻ പെട്ടെന്ന് അവരെ തിരിച്ചറിയുമല്ലോ, ഒബിയസ്ലി ഒരു ഷിപ്പിലുണ്ടായിരുന്ന ആൾക്കാരാണ്, അപ്പോൾ തിരിച്ചറിഞ്ഞു. Castello had a firm grip around Caraballo's neck. അപ്പോൾ 2 പേരെ കണ്ടത്. 2 പേരെന്ന് പറയുമ്പോൾ ഒന്ന് കാസ്റ്റലോവും ഒന്ന് കരാബലോവുമാണ്. പ്രത്യേകത ശ്രദ്ധിക്കുക, കാസ്റ്റലോ ഹാഡ് എ ഫേം ഗ്രിപ്പ് അറൌണ്ട് കരാബലോ. അപ്പോൾ കരാബലോന്റെ നെക്കാണ് ഇതെങ്കിൽ, അപ്പോൾ ഞാനാണ് കരാബലോ എന്ന് വിചാരിക്കോ, കാസ്റ്റലോ കരാബലോന്റെ നെക്കിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കരാബലോ, who had been on watch when the accident occurred, was wearing his life jacket. കരാബലോ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം
കരാബലോ ആണ് ആ സമയത്ത് ഷിപ്പ് നോക്കിക്കൊണ്ടിരുന്ന ആൾ, അതുകൊണ്ടാണ് അദ്ദേഹം ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഹി യെൽഡ് ഹോൾഡ് ഓൺ ടൈറ്റ് കാസിലോ. എന്താണ് വിളിച്ച് പറഞ്ഞ? കാസിലോനും നല്ലോണം മുറുകെ പിടിച്ച് നിന്നോളാൻ, അതായത് കഴുത്തിലാണ് ഹോൾഡ്, നെക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, അത് മുറുകെ പിടിച്ചോളാനാണ് ആവശ്യപ്പെടുന്നത്. ദേ ഫ്ലോട്ടഡ് എമിഡ് ദ സ്കാറ്റേർഡ് കാർഗോ അബൌട്ട് 10 meters away. അവരെന്താണ്, അവർ ഒഴുകിപ്പോയി നടുവിലായിട്ട്. ദേ ഫ്ലോട്ടഡ് എമൗണ്ട് ദ സെൻറ്റേഡ് ആ കാർഗോ, ഇവരുടെ കാർഗോ എന്താണ്, ചെതറി കാർഗോ, അതിൻ്റെ നടുവിലൂടെ 10 meter ദൂരെയായിട്ട് അവർ ഒഴുകി. ഓൺ ദ അതർ സൈഡ് വാസ് ലൂയിസ് റെഞ്ചിഫോ. അപ്പോൾ അടുത്ത ക്യാരക്ടർ വന്നു. ഇപ്പോൾ ആരൊക്കെ വന്നു? കാസിലോ വന്നു, കരാബെല്ല വന്നു, പിന്നെ നമ്മുടെ നായകൻ അതായത് വെലസ്കോ ഉണ്ട്. ഇനി അടുത്ത ആൾ വന്നത് ഓൺ ദ അതർ സൈഡ് വാസ് ലൂയിസ് റെഞ്ചിഫോ ട്രൈങ് ടു സ്റ്റേ അബവ് വാട്ടർ വിത്ത് ഹിസ് ഹെഡ്ഫോൺസ് അലോഫ്റ്റ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. അതായത് റെഞ്ചിഫോ ആണ് അടുത്ത ആൾ രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റെഞ്ചിഫോ ഹെഡ്ഫോൺസ് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ആ ഹെഡ്ഫോൺസ് വെള്ളത്തിൽ മുങ്ങി പോകാതിരിക്കാൻ അത് അലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൊക്കി പിടിച്ചിട്ടുണ്ട്. ഇൻ ഹിസ് റൈറ്റ് ഹാൻഡിൽ headphones പൊക്കി പിടിച്ചിട്ടുണ്ട്. He had stripped off his shirt so that he could swim better, but he had not lost his life jacket. ലൈഫ് ജാക്കറ്റ് അദ്ദേഹവും ധരിച്ചിട്ടുണ്ടായിരുന്നു, ഷർട്ട് ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. If I hadn't seen him, I would have recognized his cry. Fast paddle over here. എന്താണ്, റെഞ്ചിഫോനെ കണ്ടില്ലായിരുന്നെങ്കിൽ കൂടി ഞാൻ തിരിച്ചറിയാൻ ബിക്കോസ് അലറി വിളിച്ച് കരയുന്നതിൽ ഫാറ്റ്സോ പാഡിൽ ഓവർ ഹിയർ എന്ന് പറയുന്നുണ്ട്. ഫാറ്റ്സോ കോമൺലി വിളിക്കുന്ന ഒരു പേരാണ്. പാഡിൽ ഓവർ ഹിയർ എന്നാൽ ഇങ്ങോട്ട് തുഴഞ്ഞു വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ സൗണ്ട് കേട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. I quickly grabbed the oars and tried to get closer to them. ഓസ് ഞാൻ അപ്പോൾക്കും എന്താണ് തുഴയെടുത്തിട്ട് അവരുടെ അടുത്തോട്ട്, നമ്മൾ ഉദ്ദേശിക്കണം നമ്മൾ പോകുന്നത് തടാകത്തിലോ പുഴയിലോ ഒന്നുമല്ല, കടലിലാണ് ഇവർ നിൽക്കുന്നതെന്ന് ഓർക്കണം കേട്ടോ എപ്പോഴും. അപ്പോൾ ആ തുഴയെടുത്തിട്ട് ഞാൻ അവരുടെ അടുത്തോട്ട് പോകാൻ ശ്രമിച്ചു. ഗെറ്റ് ക്ലോസർ ടു ദം. കരാബലോ വിത്ത് കാസിലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക് നിയർ ദ റാഫ്റ്റ്. അപ്പോൾ ഏറ്റവും അടുത്തായിട്ട് റാഫ്റ്റിൻ്റെ അടുത്തായിട്ട് ഞാൻ കണ്ടത് ആരെയായിരുന്നു? കരാബലോനെയും കാസിലോ എപ്പോഴും എന്തുണ്ട്, കോളറിൽ പിടിച്ചിട്ടുണ്ട്. മച്ച് ഫാദർ എവേ ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡെസലേറ്റ് വാസ് ദ ഫോർത്ത് ഓഫ് മൈ മേറ്റ്സ് രാമൻ ഹെറേര. അപ്പോൾ അടുത്ത ആളും കൂടി വന്നു. അപ്പോൾ ആരൊക്കെ വന്നു? കരാബലോ, കാസിലോ, റെഞ്ചിഫോ, നെക്സ്റ്റ് വൺ ഇസ് രാമൻ ഹെറേര. അപ്പോൾ അവർ 5 പേര് അല്ലേ, 5 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഹു വാസ് വേവിങ് അറ്റ് മീ വൈൽ ഹി ഹെൽഡ് ഓൺ എ ക്രീറ്റ്. എന്താണ്, കുറേ ദൂരെ മാറി, ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡെസലേറ്റ്, ഒറ്റപ്പെട്ട്, അതായത് ഒരു പൊട്ടുപോലെയൊക്കെ നമുക്ക് വളരെ ചെറുതായിട്ട് കാണുന്ന ഒരു 4th മേറ്റിനെ കാണുന്നുണ്ട്. 4th മേറ്റിന്റെ പേരാണ് രാമൻ ഹെറേര. ഹു വാസ് വേവിങ് അറ്റ് മീ, കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നുണ്ട്, കാരണം വെള്ളത്തിലാണല്ലോ, കൈ പൊക്കി കാണിക്കുന്നുണ്ട്. വൈൽ ഹി ഹെൽഡ് ഓൺ എ ക്രേറ്റ്, ഒരു കൈ കൊണ്ട് ക്രേറ്റിൽ മുറുകെ പിടിച്ചിട്ടാണ് കൈ പൊക്കി കാണിക്കുന്നത്. If I had to decide, I wouldn't have known which of my mates to go after first. എനിക്കിത് തീരുമാനിക്കേണ്ടി വന്നിരുന്നെങ്കിൽ ഞാൻ ഏത് മേറ്റ്സിൻ്റെ അടുത്ത് ആദ്യം പോകും. കാരണം ആകെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ഇപ്പോൾ വെലസ്കോ മാത്രമാണ്, ബാക്കി എല്ലാവരും വെള്ളത്തിലാണ്. If I had to decide, I wouldn't have known. എനിക്ക് അറിയാൻ പറ്റുമായിരുന്നില്ല ഞാൻ ഏത് മേറ്റ്സിൻ്റെ അടുത്ത് പോകുന്നു. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before, I began to paddle furiously. പക്ഷേ രാമൻ ഹെറേരനെ കണ്ടപ്പോൾ, ദ ഹാപ്പി യങ് മാൻ, ഭയങ്കര സന്തോഷവാനായി എപ്പോഴും കാണുന്ന ഹെറേരനെ കണ്ടപ്പോൾ, എവിടെ നിന്നാണ്, അർജോന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, കണ്ടപ്പോൾ ഞാൻ അങ്ങോട്ട് ഭയങ്കര ഫ്യൂരിയസ്ലി എന്ന് പറയുമ്പോൾ ഭയങ്കര ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ധൃതിയിൽ തുഴയാൻ തുടങ്ങി. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters long. റാഫ്റ്റ് എന്ന് പറയുന്നത് 2 meters long ആയിരുന്നു. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർച്ചിങ് സീ ആൻഡ് ഐ ഹാഡ് ടു റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്. ഈ ചങ്ങാടം എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിരുന്നു, ഒട്ടും തുഴഞ്ഞിട്ട് നീങ്ങണുണ്ടായിരുന്നില്ല മുന്നോട്ട്. അത് ഒരുപാട് ആൾക്കാരിരുന്ന് തുഴയേണ്ട ഒരു സാധനമായിരുന്നു. അപ്പോൾ വെലസ്കോ ഒറ്റക്കാണല്ലോ, തുഴഞ്ഞിട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല. ലർച്ചിങ് സീ ആണ്, അലറി വിളിക്കുന്ന കടലിൽ അതിൻ്റെ ഇതനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാറ്റിൻ്റെ എതിർ ദിശയിലാണല്ലോ പോകുന്നത്, അതും ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ് ടു അഡ്വാൻസ് മോർ ദാൻ എ മീറ്റർ. എനിക്ക് 1 മീറ്ററിൽ കൂടുതൽ പോകാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ് വെലസ്കോ പറയുന്നത്. Desperate, I looked around once more and saw that Herrera had disappeared. എന്താണ്, അപ്പോൾ നിരാശയോടെ ഞാൻ ചുറ്റും നോക്കി. എനിക്ക് 1 മീറ്ററേ ആകെ തുഴയാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ചുറ്റും നോക്കി ഒരു പ്രാവശ്യം കൂടി. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? അവിടെ ഹെറേരനെ കണ്ടില്ല. He had disappeared. അവിടെ വാനിഷ് ആയി കഴിഞ്ഞിരുന്നു. Only Rengifo was swimming confidently towards the raft. Rengifo ആണ് പിന്നെ കാണുന്നത്. Rengifo റാഫ്റ്റിൻ്റെ അടുത്തോട്ട് നീന്തി വരുന്നതാണ് കണ്ടത്. I was sure he would make it. എനിക്ക് ഉറപ്പായിരുന്നു റെഞ്ചിഫോ അത് നടത്തിയെടുക്കും അല്ലെങ്കിൽ തുഴഞ്ഞെത്തും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. I had heard him snoring below my bunk and I was convinced that his serenity was stronger than the sea.
കാരണം കടലിനേക്കാൾ ഉച്ചത്തിലായിരുന്നുള്ള കൂർക്കമലികളായിരുന്നു ആർക്കുള്ളത്. മനസ്സിലായി? ആ ഒരു അവസ്ഥയിൽ പോലും ആ ഓഥറിന്റെ റൈറ്റിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. I had heard him snoring below my bunk and I was convinced that his serenity was stronger than the sea. കടലിനേക്കാൾ വലിയ ശാന്തതയാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. In contrast, Carabello was struggling with Casillo so that Casillo wouldn't let off go of his neck. അപ്പോൾ അതിനെതിരായിട്ട് എന്താണ്, കരാബലോ കാസിലോ പിടിച്ചേക്കുമല്ലേ, കാസിലോ ആയിട്ട് തുഴഞ്ഞു വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നിട്ടും ആ പിടി വിടാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് പോരാൻ പറ്റുന്നില്ല, എന്നിട്ടും പിടി വിടാൻ ശ്രമിക്കും. They were less than 3 meters away. അവർ 3 മീറ്റർ ആണ് അപ്പുറത്താണ്. I figured that if they could got just a little closer, I could hold out or for them to grab. അപ്പോൾ അവർ കുറച്ചും കൂടി എൻ്റെ അടുത്തോട്ട് വന്നിരുന്നെങ്കിൽ അവർക്ക് ആ തുഴ നീട്ടി കൊടുത്തിട്ട് അവരൊക്കെ അത് ഹോൾഡ് ചെയ്ത് കയറാൻ വേണ്ടി എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. But at that moment, a gigantic wave lifted the raft, and from the top of the huge crest, I could see the mast of the small ship heading away from me. എന്താണ് സംഭവിച്ചത്? ആ മൊമെന്റിൽ ഇവരെയൊക്കെ കണ്ടു. ആകെ നമ്മളിപ്പോൾ ഹെറാറിനെ മാത്രമാണ് കാണാതെയായത്, ബാക്കി എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാസിലോ, കരാബെല്ലോ ഉണ്ട്, പിന്നെ ആരാണ്, റെഞ്ചിഫോ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ചു അവരെത്തും, അല്ലെങ്കിൽ അവരെ എത്തിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഒരു വലിയൊരു കൂറ്റൻ തിരമാല അടിച്ചത്. ഒരു വലിയൊരു കൂറ്റൻ തിരമാല അടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അത് ഇവരാ പിടിച്ചിരുന്ന ആ ഷിപ്പില്ലേ, ആ ഷിപ്പ്, ഇതാണ് ഷിപ്പിന്റെ മാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഭാഗമില്ലേ, അതാണ് ഷിപ്പിന്റെ മാസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. ആ ഷിപ്പിന്റെ മാസ്റ്റ് മുങ്ങിത്താഴുന്നത് വ്യക്തമായിട്ട് കണ്ടു എന്നുള്ളതാണ്. ഹെഡിങ് എവേ ഫ്രം മീ, എന്നിൽ നിന്ന് മാറി മാറി പോകുന്നത് എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ നമ്മുടെ ഹീറോ എന്ന് പറയുന്ന വെലസ്കോ ഇവരുടെ അടുത്തോട്ട് തുഴഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴാണ് ഒരു വലിയൊരു തിരമാല വന്നത്. അതായത് ഒരു ട്രാജിക് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം, അല്ലെ? ഒരു ട്രാജഡിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവരെ കണ്ടതാണ്. അപ്പോൾ എങ്ങനെ? പക്ഷെ അപ്പോഴാണ് തിരമാല വന്നത്. ഇനി എന്ത് സംഭവിക്കണേ നോക്കിയാലോ. When I came down again, Carabello had vanished with Casillo hanging on to his neck. തിരിച്ച് താഴെ വന്നപ്പോൾക്കും റാഫ്റ്റ് മുങ്ങിപ്പോയല്ലോ തിരമാലയിൽ. തിരിച്ച് താഴെ വന്നപ്പോൾക്കും ഞാൻ കണ്ടത് കാസിലോവും കരാബെല്ലോവും അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നതാണ്. അവിടെ ഇല്ല, അവർ ഓൾറെഡി മുങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. Alone 2 meters away, Rengifo was still swimming calmly towards the rat. 2 മീറ്റർ അപ്പുറത്ത് അപ്പോഴും റെഞ്ചിഫോ ക്രാഫ്റ്റിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി നീന്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ആരൊക്കെ പോയി? 3 പേര് പോയി, അല്ലേ? കരാബെല്ലോ പോയി, കാസിലോ പോയി, ഹെറേര പോയി. ഇനിയുള്ളത് ഫ്രണ്ടിലുള്ള ആളെന്ന് പറയുന്നത് റെഞ്ചിഫോ മാത്രമാണ്, അല്ലേ? വെലസ്കോ 5 പേരല്ലേ ഉണ്ടായിരുന്നത്. I don't know why I did this absurd thing. Knowing I couldn't move forward, I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. അപ്പോൾ എന്താണ് ആ സമയത്ത് ഞാൻ എന്തിനത് ചെയ്തെന്ന് എനിക്കറിയില്ല. അബ്സേർഡ് എന്ന് പറയുമ്പോൾ ഒരു വിചിത്രമായ കാര്യം. എന്തുകൊണ്ട് അത് ചെയ്തെന്നറിയില്ല. ഞാനത് ഈ നമുക്കറിയാം കടലിൻ്റെ തിരമാല എന്ന് പറയുന്നത് നമ്മുടെ അനുസരിച്ച് ഒഴുകി പോകുന്ന ഒരു സാധനമല്ല. അപ്പോൾ അതിനെതിരെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആ തുഴച്ചില്ലേ, ഐ കുഡന്റ് മൂവ് ഫോർവേഡ്, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ വെള്ളത്തിൽ തുഴയിട്ടിട്ട് റാഫ്റ്റ് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ആങ്കർ ചെയ്യാൻ, അതായത് ആങ്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നങ്കൂരം ഇടുകാൻ വേണ്ടി ഞാൻ അത് നിർത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതെന്തിനാണ് ഞാൻ അവിടെ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphones aloft and shouted again, "Fatso, row over here." അപ്പോൾ ഇവിടെ ഇപ്പോൾ നങ്കൂരം ഇട്ട ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് റാഫ്റ്റ് അനങ്ങുന്നില്ല. റെഞ്ചിഫോ അപ്പോൾക്കും ക്ഷീണിച്ച്, കാരണം കുറേ നേരമായല്ലോ വെള്ളത്തിൽ കിടന്ന് നീന്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്വിമ്മിങ് പൂളല്ലല്ലോ, കടലാണ്. അപ്പോൾ നമ്മൾ ടയേർഡാവും, കാരണം തിര നമ്മളെക്കാൾ ശക്തിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾക്കും എക്സോസ്റ്റഡ് ആയ റെഞ്ചിഫോ എന്താണ്, അപ്പോഴും ഹെഡ്ഫോൺ കൈ ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അലറി വിളിച്ചിട്ട് പറഞ്ഞു, "ഫാറ്റ്സോ, റോ ഓവർ ഹിയർ." ഫാറ്റ്സോ ഇങ്ങാട് തുഴഞ്ഞു വാന്ന് പറഞ്ഞ് അലറി വിളിച്ചു. The wind was blowing from his direction. കാറ്റ് റെഞ്ചിഫോന്റെ ദിശയിൽ നിന്നാണ് അടിച്ചുകൊണ്ടിരുന്നത്. I yelled that I could not row against the wind, that he should make another try, but I felt he hadn't heard me. അപ്പോൾ വെലസ്കോ തിരിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒച്ചത്തിലാണ്. എൽഡ് എന്ന് പറയുമ്പോൾ അലറി വിളിച്ചാണ് പറയുന്നത്, പക്ഷെ കടലാണ്, കേൾക്കാൻ പറ്റില്ല. That I couldn't row, എനിക്ക് കാറ്റിനെതിരെ തുഴയാൻ പറ്റില്ല, നീ ഒന്നും കൂടി ശ്രമിച്ച് എൻ്റെ അടുത്തെത്താൻ ശ്രമിക്കുക എന്നാണ് പറഞ്ഞത്. കാരണം കാറ്റ് ഇവിടെ നിന്നാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വെലസ്കോന് കാറ്റിനെ ഇതാക്കിയിട്ട് തുഴഞ്ഞ് ഇവിടെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന റെഞ്ചിഫോ ഒന്നും കൂടി ട്രൈ ചെയ്ത് ഇവിടെ റാഫ്റ്റിൻ്റെ അടുത്ത് എത്താനാണ് ആര് പറയുന്നത്? വെലസ്കോ പറയുന്നത്.
പക്ഷെ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. The crates of the cargo had disappeared and the life raft danced from side to side battered by the waves. എന്താണ് അപ്പോൾക്കും ക്രേറ്റ്സ്, കാർഗോയിലെ ക്രേറ്റ്സ് ഒക്കെ മുങ്ങിപ്പോയിരുന്നു. ആൻഡ് ദ ലൈഫ് റാഫ്റ്റ്, ആ ലൈഫ് റാഫ്റ്റ് ഇങ്ങനെ വെള്ളത്തിൽ ഡാൻസ് സൈഡ് ടു സൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇങ്ങനെ അടിച്ചടിച്ചു കൊണ്ടേയിരുന്നു. ക്ലിയർ അല്ലേ? In an instant I was 5 meters away from Rengifo and had lost sight of him. അപ്പോൾ ഇപ്പൊ പെട്ടെന്ന് എന്തായി? 5 മീറ്റർ അവേ ആയി. ആരിൽ നിന്ന്? രഞ്ജിഫോയിൽ നിന്ന്. എന്നിട്ട് കാണാതെ, ആരെ കാണാതെ? രഞ്ജിഫിനെ കാണാൻ പറ്റാതെ. ബട്ട് ഈ appeared in another spot. രഞ്ജിഫോനെ സമ്മതിക്കണം അല്ലേ? ഇപ്പോൾ വേറൊരു സ്പോട്ടിൽ രഞ്ജിഫോനെ കാണാൻ പറ്റി. സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ഡക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെന്റ് ദ വേവ്സ് ഫ്രം സീപ്പിംഗ് ഹിം ഹെവി. അപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മുടെ വെലസ്കോന് ഈ കാറ്റിനെതിരെയൊക്കെ കുറച്ചൊന്നും തുഴയാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലേ രഞ്ജിഫോന്റെ അടുത്ത് പെട്ടെന്ന് എത്തായിരുന്നു. ഇപ്പോൾ അവിടെ വന്ന കൂറ്റൻ തിരമാലയിൽ നിന്ന് അല്ലെങ്കിൽ ആ കാറ്റിൽ നിന്ന് ദിശയിൽ നിന്ന് രക്ഷപ്പെട്ട് രഞ്ജിഫോ വേറൊരു സ്പോട്ടിലെത്തി. കടലിന്റെ ഇതുകൊണ്ടാണ് വേറൊരു സ്പോട്ടിലെത്തി. എന്നിട്ടും ഒട്ടും പാനിക്കില്ല. പാനിക്കുക എന്ന് പറയുമ്പോൾ കൂടുതൽ നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നീന്താൻ പറ്റില്ല. അവിടെ പാനിക്കിങ് അല്ല, ഡക്കിങ് അണ്ടർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഡക്ക് എന്താ ചെയ്യണമെന്ന് കണ്ടിട്ടില്ലേ നീന്തുമ്പോൾ? അപ്പോൾ ഡക്കിങ് കാലൊക്കെ ഇതായിട്ട് ശക്തിയായിട്ട് വെള്ളത്തിൽ ഇതായിട്ട് നിൽക്കണത് എന്തുകൊണ്ടാണ്? കടലിന്റെ തിര അനുസരിച്ച് പോകാതിരിക്കാൻ വേണ്ടി. ദാറ്റ് ഇസ് വാട്ട് ഇസ് മീൻ ബൈ ഡക്കിങ് അണ്ടർ വാട്ടർ. ഡക്കിങ് അണ്ടർ വാട്ടർ ടു പ്രിവെന്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അല്ലേ? കടലിൽ എടുത്തോണ്ട് പോവാതിരിക്കാൻ വേണ്ടി ആ ഇവർക്ക് ഓൾറെഡി നീന്തലൊക്കെ അറിയാൻ പറ്റും. അതനുസരിച്ച് ഉള്ള പ്രിവെൻഷൻ ഒക്കെ ആരെടുക്കുന്നുണ്ടായിരുന്നു? രഞ്ജിഫോ എടുക്കുന്നുണ്ടായിരുന്നു. ഐ സ്റ്റുഡ് അപ്പ് ഹോൾഡിംഗ് ഔട്ട് ദ ഓർ ഹോപ്പിംഗ് രഞ്ജിഫോ കുഡ് ഗെറ്റ് ക്ലോസ് ഇനഫ് ടു റീച്ച് ഇറ്റ്. ഞാൻ എഴുന്നേറ്റ് നിന്നു, തുഴ പൊക്കി ഇങ്ങനെ പിടിച്ചിട്ട്, കാരണം രഞ്ജിഫോ അടുത്തെത്തുമെന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ടയറിങ്, ലൂസിങ് ഹാർട്ട്. പക്ഷെ പെട്ടെന്ന് ഞാൻ കണ്ടു രഞ്ജിഫോ ടയേർഡായി. ഒരു ഹൃദയം, ലൂസിങ് ഹാർട്ട് എന്ന് പറയുമ്പോൾ മടുത്തു പോകുക എന്നൊക്കെ പറയില്ലേ, ഇനി നീന്തിയിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു ഘട്ടം രഞ്ജിഫോന് തോന്നുന്നതായിട്ട് എനിക്ക് തോന്നി. ഹി കോൾ ടു മീ അഗെയിൻ സിംഗിങ് ഫാറ്റ്സോ ഫാറ്റ്സോ. മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും ഫാറ്റ്സോ ഫാറ്റ്സോ എന്ന് നമ്മുടെ വെലസ്കോനെ രഞ്ജിഫോ വിളിക്കുന്നുണ്ട്. ഐ ട്രൈ ടു റോ ബട്ട് ഇറ്റ് വാസ് ആസ് ഹോപ്പ്ലെസ് ആസ് ദ ഫസ്റ്റ് ടൈം. ഞാൻ ഇപ്പോഴും തുഴയാൻ നോക്കി, പക്ഷേ ഈ പ്രാവശ്യവും ആദ്യത്തെ തവണ പോലെ തന്നെ നിരാശയായിരുന്നു ഫലം. I made a last try so that Rengifo could reach the oar, but the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sank forever less than 2 meters away from the oar. എന്താണ് അവിടെ നമ്മൾ ഇത്രയും നേരം രഞ്ജിഫോ ഇപ്പൊ രക്ഷപ്പെടും, രഞ്ജിഫോന്റെ ആ ഒരു കഴിവൊക്കെ കണ്ട് നമ്മൾ ഇതായി നിൽക്കുമ്പോൾ ഇപ്പോൾ രഞ്ജിഫോന്റെ ആ ഉയർന്നു പൊങ്ങിയിരുന്ന കൈ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. which a few minutes earlier had been trying to keep the headphones അല്ലേ, ഹെഡ്ഫോൺസ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് ഉയർത്തി പിടിച്ചിരുന്ന കൈ ഇപ്പോൾ താന്ന് പോയി, അതും ഓറിൻ്റെ 2 മീറ്റർ അകലത്തിൽ വെച്ച്. രഞ്ജിഫോ നന്നായിട്ട് ട്രൈ ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. ഒരു ശരിക്കും ഇപ്പം ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ഈ ഓരോ സീൻസും എൻ്റെ കൺമുമ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ കിട്ടണം. കാരണം കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കും ആ ഇമ്പാക്റ്റ് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്ന ആ കൈയും പോയി. രഞ്ജിഫോനെയും ഇപ്പോൾ ആർക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു? വെലസ്കോന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. I don't know how long I stayed like that, balancing in the life raft, holding out the oar. ഞാൻ എത്ര നേരം അങ്ങനെ നിന്നു എന്ന് എനിക്ക് അറിയില്ല. ലൈഫ് റാഫ്റ്റിൽ ബാലൻസ് ചെയ്യണമല്ലോ, അപ്പോഴും കടലാണ്, അങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഹോൾഡിങ് ഔട്ട് ദ ഓർ, പിടിച്ചുകൊണ്ടിട്ടാണ് ഞാൻ നിന്നേച്ചത്. I kept searching the water, hoping that someone would surface him. ഞാൻ വെള്ളത്തിൽ ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് നിന്ന് എന്തെന്നാ ആരുടെയെങ്കിലും ഒരു അനക്കം എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ച് വെള്ളത്തിന് ചുറ്റും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. But the sea was clear and the wind, getting stronger, blew against my shirt like the howl of a dog. പക്ഷേ കടൽ ക്ലിയർ ആയിരുന്നു എന്ന് വെച്ചാൽ കടലിലൊന്നും കാണാനില്ലായിരുന്നു. പക്ഷേ വിൻഡ്, കാറ്റ് വളരെ ശക്തിയായിട്ട് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് അടിച്ചുകൊണ്ടിരുന്നേച്ചു. ഷർട്ട് ഇപ്പോൾ കാറ്റ് അടിക്കുമ്പോൾ ഷർട്ട് ഇട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഷർട്ട് ഇങ്ങനെ വീർത്തൊക്കെ വരില്ലേ, കണ്ടിട്ടില്ലേ? ഇപ്പോൾ റെയിൻകോട്ടൊക്കെ ഇട്ട് വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ വേറെ ആൾക്കാരൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആ റെയിൻകോട്ട് ഒരു ബലൂൺ പോലെ വീർത്ത് വരുന്നത്. സെയിം ഇവിടെയും ഒരു പട്ടിയുടെ ഹൗളിംഗ് പോലെ, ഒരു പട്ടിയുടെ കൊര പോലെ ഈ കാറ്റിൻ്റെ ഇത് കൊണ്ടിട്ട് ഷർട്ട് ഇതാവണത് എനിക്ക് മനസ്സിലാവാൻ പറ്റുന്നുണ്ടായിരുന്നു. ദ കാർഗോ ഹാഡ് ഡിസപ്പിയർഡ്. കാർഗോ എന്തായാലും കംപ്ലീറ്റ്ലി മുങ്ങിപ്പോയി. അതായത് അവർ വന്ന ആ കാർഗോ കംപ്ലീറ്റ്ലി വെള്ളത്തിൻ്റെ അടിയിലായി. ദ മാസ്റ്റ് ഗ്രോയിങ് മോർ ഡിസ്റ്റിങ് പ്രൂവ് ദാറ്റ് ദ സ്മോൾ ഷിപ്പ് ഹാഡന്റ് സങ് ആസ് ഐ ഹാഡ് ഫസ്റ്റ് തോട്ട്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന പോലെ ഞാൻ ഇപ്പോൾ കാർഗോ ഡിസപ്പിയർഡ് എന്ന് വിചാരിച്ച അപ്പോൾ ആ മാസ്റ്റ് എന്ന് പറഞ്ഞ ഭാഗം, ആ ഷിപ്പിൻ്റെ ആ കാറ്റ് ഇതാകെ വീശുന്ന ഭാഗമില്ലേ, അത് ഗ്രോയിങ് മോർ ഡിസ്റ്റൻറ്റ് കുറച്ച് മാറി
ഞാൻ ഫുള്ള് മുങ്ങിയെന്ന് വിചാരിച്ച പോലെ മുങ്ങിയിട്ടുണ്ടായിരുന്നില്ലെന്ന്. ഐ ഫെൽറ്റ് കാം, ഞാൻ വളരെ ശാന്തനായിരുന്നു. ഐ തോട്ട് ദാറ്റ് വൺ ഓഫ് മൈ മേറ്റ്സ് ഹാഡ് മാനേജ് ടു റീച്ച് ദ അതർ ലൈഫ് റാഫ്റ്റ്. 2 ചങ്ങാടം ആദ്യം കാണുന്നുണ്ടല്ലോ. അപ്പം എൻ്റെ ഏതെങ്കിലും മേറ്റ്സ് ആ ലൈഫ് റാഫ്റ്റിൽ എത്തി എന്നാണ് ഞാൻ വിശ്വസിച്ചത്, ഞാൻ വിചാരിച്ചു എന്നാണ് വെലസ്കോ പറയുന്നത്. There was no reason they shouldn't have reached it. ഞാൻ ആലോചിച്ചിട്ട് ഒരു കാരണം കാണുന്നില്ല അവരവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. The raft were in provisions. In fact, none of the life rafts of the small ship was outfitted. അത് ലൈഫ് റാഫ്റ്റ് ഒക്കെ പ്രൊവിഷൻഡ് ആയിരുന്നില്ല. In fact, none of the raft of the small ship was outfitted ആയിരുന്നില്ല. But there were 6 of them apart from the rowboats and the whalers. പക്ഷേ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 6 എണ്ണം ഉണ്ടായിരുന്നു. റോബോട്ട്സും വെയിലേഴ്സും കൂടാതെ 6 റാഫ്റ്റ് ഉണ്ടായിരുന്നു. It was reasonable to believe that some of my mates had reached the other life rafts as I had reached mine, and perhaps the destroyer was searching for us. അപ്പം ഞാൻ വിചാരിച്ചത്, എനിക്ക് ഒരു റാഫ്റ്റ് കിട്ടിയ പോലെ തന്നെ എൻ്റെ മേറ്റ്സിനും അവരവരുടെ റാഫ്റ്റ് കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ ഡിസ്ട്രോയർ ഇപ്പോഴും ഞങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കടൽ ഇപ്പോഴും ഞങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. വെരി സൂൺ ഐ വാസ് അവെയർ ഓഫ് ദ സൺ. പെട്ടെന്ന് എനിക്ക് സൂര്യനെ കുറിച്ച് ബോധോദയം വന്നു. മിഡ് ഡേ സൺ, ഹോട്ട് ആൻഡ് മെറ്റാലിക്. അങ്ങനെയാണ് സൂര്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു മിഡ് ഡേ എന്ന് പറയുമ്പോൾ എന്താണ്? നട്ടുച്ച അല്ലേ? ഹോട്ട് ആൻഡ് മെറ്റാലിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് കൂടിയ എന്ന് സണ്ണിനെ പറയുന്നതാണ്. സ്റ്റുപ്പിഫൈഡ്, നോട്ട് ഫുള്ളി റിക്കവർഡ്, ഐ ലുക്ക്ഡ് അറ്റ് മൈ വാച്ച്. ഇറ്റ് വാസ് നൂൺ ഓൺ ദ ഡോട്ട്. സ്റ്റുപ്പിഫൈഡ്, ആ സിറ്റുവേഷനിൽ ഫുള്ളി റിക്കവർ ആയിട്ടില്ലെങ്കിലും ഞാൻ വാച്ചിലോട്ട് നോക്കി. ഇറ്റ് വാസ് നൂൺ ഓൺ ദ ഡോട്ട്, ടൈം നട്ടുച്ച കാണിച്ചു എന്നാണ് പറയുന്നത്. The last time Renjifo had asked me the time on the small ship, it was 11:30. അപ്പോൾ രഞ്ജിഫോ നേരത്തെ ടൈം ചോദിച്ചപ്പോൾ സമയം 11:30 ആയിരുന്നു എന്നാണ് വെലസ്കോ ഓർക്കുന്നത്. I had checked the time again and the disaster had not yet occurred. പിന്നെയും ടൈം ചെക്ക് ചെയ്തിരുന്നു, അപ്പോൾ ഡിസാസ്റ്റർ നടന്നിട്ടുണ്ടായിരുന്നില്ല. When I looked at my watch on the life raft, it was exactly noon. ഇപ്പോൾ ഞാൻ ലൈഫ് റാഫ്റ്റിലിരുന്ന ടൈം നോക്കുമ്പോൾ ഇത് എക്സാക്ട്ലി നട്ടുച്ചയായി എന്നാണ്, noon-ആയി. It had taken only 10 minutes for everything to happen, for me to reach the life raft and try to rescue my shipmates and stand motionless in the raft searching the empty sea, listening to the sharp howl of the wind. ആകെ എല്ലാത്തിനും കൂടി എടുത്തത് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു? ഡിസാസ്റ്റർ സംഭവിക്കാനും, പിന്നെ ലൈഫ് റാഫ്റ്റിൽ വെലസ്കോ എത്താനും, ഷിപ്പ്മേറ്റ്സിനെ റെസ്ക്യൂ ചെയ്യാനുള്ള ശ്രമം നടത്താനും, പിന്നെ ഇപ്പോൾ റാഫ്റ്റിൽ മോഷൻലെസ് ആയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കാനും, empty sea ഇപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലിസണിങ് ടു ദ ഷാർപ്പ് ഹൗൾ ഓഫ് ദ സീ, കടലിൻ്റെ ആർത്തിരമ്പൽ കേട്ടുകൊണ്ടിരിക്കാനും, എല്ലാത്തിനും കൂടി ആകെ എടുത്തത് വെറും 10 മിനിറ്റാണ്. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, ചിലപ്പോൾ സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ ജീവിതം മാറി മറിയും. ഇവിടെ വെലസ്കോൻ്റെ ഷിപ്പ്മേറ്റ്സിൻ്റെ ജീവിതം മാറി മറിയുന്നത് വെറും 10 മിനിറ്റുകൾ കൊണ്ടാണ്. ഐ തോട്ട് ഇറ്റ് വുഡ് ടേക്ക് ദം അറ്റ്ലീസ്റ്റ് 2 or 3 hours ടു റെസ്ക്യൂ മീ. ഞാൻ വിചാരിച്ചു 2-3 മണിക്കൂറിൽ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ ആരെങ്കിലുമൊക്കെ എത്തുമെന്ന്. 2 or 3 hours ഐ കാൽക്കുലേറ്റഡ്. ഞാനൊരു ഉദ്ദേശം കാൽക്കുലേറ്റ് ചെയ്തതാണ്, ഒരു 2-3 മണിക്കൂർ എടുക്കുമായിരിക്കും. ഇറ്റ് സീംഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ലോങ് ടൈം ടു ബി അലോൺ അറ്റ് ദ സീ. എന്താണ്? ഒരു എക്സ്ട്രാ ഓർഡിനറി ലോങ് ടൈമാണ്, കടലിലെ സമയം ഒട്ടും പോവാത്ത വളരെ നീളം കൂടിയ ദൈർഘ്യമേറിയ സമയമായിട്ട് നമുക്ക് തോന്നും. കാരണം കടലിൽ നടുകടലിൽ ഒറ്റക്കാണേ. ബട്ട് ഐ ട്രൈ ടു റിസൈൻ മൈസെൽഫ് ടു ഇറ്റ്. പക്ഷെ ഞാൻ അതിനോട് റിസൈൻ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് ഒത്തുപോകാൻ തീരുമാനിച്ചു. I had no food or water and by 3 in the afternoon I would surely have a searing thirst. എൻ്റെ കയ്യിൽ വെള്ളവും ഇല്ല, ഭക്ഷണവും ഇല്ല. 3 മണി ആകുമ്പോൾക്കും, അതായത് സൂര്യൻ്റെ ഉച്ചവെയിലാകുമ്പോൾക്കും എനിക്ക് നല്ല ദാഹം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. The sun burned my head and my skin which was dry and hardened by salt. അപ്പോൾ സൂര്യൻ എങ്ങനെയാണ്? പൊള്ളിപ്പിക്കുന്ന സൂര്യനാണ്. ആ സൂര്യൻ ബേൺ മൈ ഹെഡ് ആൻഡ് സ്കിൻ എന്നാണ്, തലയും കൈയും കാലും സ്കിന്ന് എല്ലാ ഭാഗത്തെയും സ്കിന്നൊക്കെ പൊള്ളിക്കാൻ തുടങ്ങി. വിച്ച് വാസ് ഡ്രൈ ആൻഡ് ഹാർഡൻഡ് ബൈ സോൾട്ട്. അത് ഡ്രൈയും ഭയങ്കര കട്ടിയും ആയിട്ടുണ്ടായിരുന്നു, കാരണം ഉപ്പല്ലേ, കടലിൽ ഉപ്പല്ലേ. സിൻസ് ഐ ഹാഡ് ലോസ്റ്റ് മൈ ക്യാപ്പ് ഐ സ്പ്ലാഷ് വാട്ടർ മൈ ഹെഡ് ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ് വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. ഈ ഓൾറെഡി ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ തലയിലുണ്ടായിരുന്ന ക്യാപ്പൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? വെള്ളം എടുത്തിട്ട് തലയിൽ ഇങ്ങനെ ഇതാക്കി സ്പ്ലാഷ് ചെയ്തു. ആൻഡ് ഐ ജസ്റ്റ് സാറ്റ് ഓൺ ദ സൈഡ് ഓഫ് ദ റാഫ്റ്റ്. അവിടെ സൈഡിൽ വെറുതെ ഇരുന്നു, വെയിറ്റിംഗ് ടു ബി റെസ്ക്യൂഡ്. എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ വരുന്നതും കാത്ത് ഞാൻ വെറുതെ ഇരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഓൺലി ദെൻ ദാറ്റ് ഐ ഫെൽ ദ പെയിൻ ഇൻ മൈ റൈറ്റ് നീ. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വലത് മുട്ടുകാലിലൊരു വേദന തോന്നിയത്.
The thick blue drill fabric of my tiger trouser leg was wet, so I had time rolling it up. എന്താണ്, വലത് കാലിലെ മുട്ടിൽ ഒരു വേദന തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, നോക്കിയപ്പോൾ ആ തിക്ക് ബ്ലൂ ഡ്രിൽ ഫാബ്രിക് ഓഫ് മൈ ട്രൗസർ അല്ലേ, ആ ട്രൗസറിൻ്റെ ബ്ലൂ ഫാബ്രിക് ഉരുട്ടാൻ വേണ്ടി, കാരണം അത് നനഞ്ഞ് കുതിർന്ന് ശരീരത്തിനോട് സ്കിന്നിനോട് അറ്റാച്ച് ചെയ്തിരിക്കണേണ്. അപ്പോൾ അത് ചുരുട്ടി കയറ്റാനായിട്ട്, കാരണം മുട്ട് കാണണ്ടേ, ലെങ്ത് ഉള്ള ഡ്രസ്സല്ലേ, മുട്ട് കാണാൻ വേണ്ടി ചുരുട്ടി കയറ്റാൻ വേണ്ടി നോക്കിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് വെൻ ഐ ഡിഡ് ഐ വാസ് സ്റ്റാർട്ടിൽഡ്. പക്ഷെ അത് ചെയ്തപ്പോൾ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയി. എന്താണ്, ഐ saw a deep half moon shaped wound on the lower part of the knee. എൻ്റെ വലത് മുട്ടിൻ്റെ അവിടെ എന്താണ്, ഒരു ഡീപ്പ് നല്ല ആഴത്തിലുള്ള മൂൺ ഷേപ്പ് ആകൃതിയിലുള്ള ഒരു മുറിവ് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ അത് അത്രയും നേരം വേദന അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. കാരണം എന്താ, ഇവരെയൊക്കെ രക്ഷിക്കാനുള്ള ആ ഒരു ബന്ധപ്പാടിലായിരുന്നല്ലോ, അതുകൊണ്ട് ഒരു വേദന ഒന്നും അറിഞ്ഞില്ല. I didn't know if I had gassed it on the side of the ship or if it had happened when I hit the water, for I didn't notice it until I was seated in the life raft. എനിക്കറിയില്ല ഞാൻ ഗാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇടിക്കുക, അപ്പോൾ ഞാൻ ഷിപ്പിൻ്റെ കാർഗോൻ്റെ അവിടെ എവിടെയെങ്കിലും അടിച്ചിട്ടാണോ, എങ്ങനെയാണ് ഈ മുറിവും വന്നത് എന്ന് എനിക്കറിയില്ല. വെള്ളത്തിൽ ഇടിച്ചിട്ടാണോ, ഷിപ്പിൻ്റെ അവിടെ ഇടിച്ചിട്ടാണോ, എങ്ങനെയാണെന്നറിയില്ല. ബിക്കോസ് അത് ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഞാൻ ഈ റാഫ്റ്റിൽ ഇരിക്കുന്നവരെ ഞാനത് ശ്രദ്ധിച്ചു പോലും ഇല്ലായിരുന്നു. Though the wound burned a little, it had stopped bleeding and was completely dry because of the salt water, I imagine. എന്താ പറയുന്നത്, അവിടെ വേദന ഉണ്ടായിരുന്നു, ബേൺഡ് a little എന്ന് പറഞ്ഞാൽ നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ബ്ലീഡിങ് ഒക്കെ നിന്നു. പിന്നെ എന്താണ്, കംപ്ലീറ്റ്ലി ഉണങ്ങിയ ഒരു അവസ്ഥയായിരുന്നു. ബിക്കോസ് എന്തായിരിക്കും, ഇവിടെ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് കടലിലാണ് അല്ലേ, കടലിലെ വെള്ളത്തിലാണ്. കടലിലെ വെള്ളം നമുക്കറിയാം മുറിവൊക്കെ ഉണക്കാൻ നല്ല ബെസ്റ്റ് മരുന്നാണ്. നമുക്ക് എന്തെങ്കിലും കാലിന് മുറിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കടലിൽ കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഉണങ്ങിയിട്ടുണ്ടാവും. ആദ്യം നല്ല സുഖമായിരിക്കും, നല്ല നീറ്റിലെടുക്കും, കാരണം ഉപ്പായത് കൊണ്ടിട്ട്. പക്ഷേ പെട്ടെന്ന് ഉണങ്ങും, മുറിവ് ഉണങ്ങാനൊക്കെ നല്ല ബെസ്റ്റാണ്. Uncertain as what to do, I decided to make an inventory of my belongings. കടലിൽ നടുക്കടലിൽ എന്ത് ചെയ്യുന്നുള്ള ഒരു പിടുത്തവും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇൻവെൻട്രി എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അതാണ് ഇൻവെൻട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. I wanted to figure out what I could count on in my solitude at sea. എന്താണ് എൻ്റെ ഏകാന്തതയിൽ കടലിരുന്ന് എന്തൊക്കെയാണ് കൗണ്ട് ചെയ്യാൻ, എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ I could rely on my watch, which kept perfect time and which I couldn't stop glancing at every 2 or 3 minutes. അപ്പോൾ ആദ്യം ഞാൻ കണ്ടത് എന്താണ്, എൻ്റെ കയ്യിലുള്ള വാച്ചാണ്. ആ വാച്ചിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി, കാരണം അതിന് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഓരോ 2-3 മിനിറ്റിലും ഞാൻ അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. എന്തിനാ, സമയം അറിയാൻ അല്ലേ, വേറെ ഒന്നും ചെയ്യാനില്ല, സമയമല്ലേ അറിയാൻ പറ്റുള്ളൂ. ഇൻ അഡീഷൻ ഐ ഹാഡ് മൈ ഗോൾഡ് റിംഗ്. അത് കൂടാതെ എൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു, ഗോൾഡ് റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വാച്ച് ഉണ്ട്, ഗോൾഡ് റിംഗ് ഉണ്ട്, വിച്ച് ഐ ഹാഡ് ബോട്ട് ഇൻ കാട്ടഗന ദ ഇയർ ബിഫോർ. അപ്പോൾ കാട്ടഗനയിൽ നിന്ന് ഒരു വർഷം മുമ്പ് വാങ്ങിച്ച ഗോൾഡ് റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെയിൻ വിത്ത് എ മെഡൽ ഓഫ് ദ വെർജിൻ ഓഫ് കാർമൻ, അവിടെ ഒരു വിശുദ്ധൻ്റെ കാർമൻ്റെ ഒരു മെഡലുള്ള ഒരു ചെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഓൾസോ പർച്ചേസ്ഡ് ഇൻ കാട്ടഗന, അതും കാട്ടഗനയിൽ നിന്ന് വാങ്ങിച്ചാണ്. ഫ്രം അനദർ സെയിലർ ഫോർ 35 pesos. 35 പെസോസിന് വാങ്ങിച്ച ഒരു മാല കൂടി ഉണ്ടായിരുന്നു. 35 പെസോസ് എന്ന് പറയുന്നത് ഒരു ഫിലിപ്പീനി എമൗണ്ട് ആണ്. ഫിലിപ്പീനി എമൗണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പി, ഒരു പെസോ എന്ന് പറയുന്നത് 1.47 ഇന്ത്യൻ റുപ്പീസ് ആണ് വരുന്നത്. സോ അതിന് 35 പെസോസിലാണ് ആര് വാങ്ങിച്ചത്, ഈ മാല വേറൊരു നാവികൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചെന്നാണ് പറയുന്നത്. ഇൻ മൈ പോക്കറ്റ്സ് ഐ ഹാഡ് നത്തിങ് ബട്ട് ദ കീസ് ടു മൈ ലോക്കർ ഓൺ ദ സ്മോൾ ഷിപ്പ് and 3 business cards I had been given at a store in Mobile one day in January when I had gone out shopping. അപ്പോൾ എന്തൊക്കെയാണ് പോക്കറ്റ്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത്, ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കീ ഉണ്ടായിരുന്നു. ലോക്കർ, സ്മോൾ ഷിപ്പിൻ്റെ ലോക്കറിലുള്ള കീ ഉണ്ടായിരുന്നു. പിന്നെ 3 ബിസിനസ് കാർഡ്സ് ഉണ്ടായിരുന്നു. സ്റ്റോറിൽ മൊബൈൽ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണ്. വൺ ഡേ ഇൻ ജാനുവരി വെൻ ഐ ഹാഡ് ഗോൺ ഔട്ട് ഫോർ ഷോപ്പിങ്ങിന് പുറത്തു പോയപ്പോൾ മൊബൈലിൽ വെച്ച് എനിക്ക് തന്ന 3 ബിസിനസ് കാർഡ്സും എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു. സിൻസ് ഐ ഹാഡ് നത്തിങ് ടു ഡു ഐ റീഡ് ദ കാർഡ്സ് ഓവർ ആൻഡ് ഓവർ ടു ഡിസ്ട്രാക്ട് മൈ സെൽഫ് അണ്ടിൽ ഐ വാസ് റെസ്ക്യൂഡ്. വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ലാഞ്ഞതുകൊണ്ട് ആ കാർഡുകൾ ഇങ്ങനെ എടുത്ത് വെറുതെ ഇങ്ങനെ വായിച്ച് എന്നെ രക്ഷപ്പെടുത്തുന്നവരെ ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് വെലസ്കോ പറയുന്നത്. സോ ഷിപ്പ്രെക് സെയിലർ എന്ന കഥയിൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്, ആകെ ഒരാൾ മാത്രമാണ് രക്ഷപ്പെടുന്നത്, ബാക്കി 4 മെയ്റ്റ്സും ഇവിടെ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്, അപകടത്തിൽ മരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഇനി എന്തായാലും ഡെഡ് ബോഡി കിട്ടുക അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇവിടെ ഇല്ല, കാരണം നടുക്കടലിലാണ്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം.
ചിലപ്പോൾ വേറെ വല്ല തീരത്ത് അടിയുമായിരിക്കാം, ചിലപ്പോൾ വല്ല മീനൊക്കെ കഴിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം. എന്തായാലും വെലസ്കോ മാത്രമാണ് ഇവിടെ കഥയിൽ രക്ഷപ്പെടുന്നത്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി ഓഫ് ദ ഷിപ്പ് റെക് സെയിലർ അല്ലേ. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് ഞാൻ പറയൂല, ഒരു ട്രാജിക് സ്റ്റോറി എന്ന് വേണം പറയാൻ. രഞ്ജിഫോനെ എനിക്ക് മിസ്സിന് ഭയങ്കര ഇഷ്ടമായി രഞ്ജിഫോന. കാരണം ആ നടുക്കടലിലും അത്രയും പ്രാവശ്യം ശ്രമിക്കാനുള്ള ഒരു ആത്മധൈര്യം വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. നമുക്കും വേണ്ടത് അതാണ്. ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എത്തുന്നില്ലല്ലോ റാഫ്റ്റിൻ്റെ അടുത്ത് എന്ന് വിചാരിച്ച് രഞ്ജിഫോ സ്റ്റോപ്പ് ചെയ്യുന്നില്ലായിരുന്നു. രഞ്ജിഫോ ഇതാക്കുകയാണ്. ഒപ്പം കാസിലും കരാബലും അല്ലേ. കരാബലോ കാസിലിനോട് വിടാൻ പറയുന്നില്ല. ഒറ്റയ്ക്കായിരുന്നു എന്നെങ്കിൽ ഒരു പക്ഷേ ഒരാളെങ്കിലും രക്ഷപ്പെടാമായിരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഈ ലൈഫ് സിറ്റുവേഷൻസ് നമുക്കായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ വരുമ്പോൾ എന്തായിരിക്കും നമ്മളും ചെയ്യണതല്ലേ. സോ എനിവേ കഥയിൽ നമുക്ക് മനസ്സിലാവുന്നത് വെലസ്കോ മാത്രം രക്ഷപ്പെടുന്നു എന്നതാണ്. മൂവിങ് ഓൺ ടു ദ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ്. വാട്ട് ഹാപ്പൻ ടു ദ നറേറ്റർ? നറേറ്റർക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ദ നറേറ്റർ വാസ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഓഷ്യൻ ആഫ്റ്റർ എ ഷിപ്പ് ട്രെക്ക്. ദ ഷിപ്പ് പ്ലങ്ക്ഡ് ഇൻ ടു ആൻ അബിയസ് ആൻഡ് ഡിസപ്പിയർഡ്. നറേറ്ററിന് എന്താണ്, ഒരു കപ്പൽ തകർന്ന ശേഷം നറേറ്റർ നടുക്കടലിൻ്റെ നടുക്കാവുന്നതാണ് നമ്മൾ കാണുന്നത്. ഷിപ്പ് പ്ലങ്ക്ഡ് ഇൻ ടു ദ അബിയസ് ആൻഡ് ഡിസപ്പിയർഡ്. ഷിപ്പ് കടലിലെ അഗാധങ്ങളിലേക്ക് മുങ്ങിത്തണ്ണ് അപ്രത്യക്ഷമാകുന്നതായിട്ടാണ് കാണുന്നത്. സെക്കൻഡ്, വാട്ട് അപ്പിയർഡ് റിയഷ്യൂറിംഗ് ടു ദ നറേറ്റർ? എന്ത് കാഴ്ചയാണ് നറേറ്റർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നത്? Other sailors were also in the same predicament that the narrator was in. It was reassuring to him. മറ്റുള്ള നാവികരും ഇതേ സെയിം നറേറ്റർ അനുഭവിക്കുന്ന അതേ ഒരു റിയഷറിങ്, അതേ പ്രഡിക്മെന്റ്, ആരെങ്കിലും രക്ഷിക്കാൻ വരും എന്നുള്ള അല്ലെങ്കിൽ ലൈഫ് റാഫ്റ്റിൽ കയറാമെന്നുള്ള ഒരു പ്രഡിക്മെന്റിൽ തന്നെ ആയിരുന്നതാണ് നറേറ്റർക്ക് റിയഷറിങ് ആയിട്ട് തോന്നുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ മേഡ് ഇറ്റ് ഓൺ ദ തേർഡ് ട്രൈ. വാട്ട് ഡിഡ് ദ നറേറ്റർ ഡു ഓൺ ദ തേർഡ് ട്രൈ? മൂന്നാമത്തെ പരിശ്രമത്തിൽ ഞാൻ വിജയിച്ചു. മൂന്നാമത്തെ പരിശ്രമത്തിൽ നറേറ്റർ എന്താണ് ചെയ്തത്? മൂന്നാമത്തെ പരിശ്രമത്തിൽ വിജയിച്ചപ്പോൾ എന്താണ് ചെയ്തത്? നറേറ്റർ സക്സീഡഡ് ഇൻ ഗ്രാബിംഗ് ദ റിഗ്ഗിംഗ് ആൻഡ് ജമ്പിംഗ് അബ്രോഡ് എ റാഫ്റ്റ്. റിഗ്ഗിൽ പിടിച്ചിട്ട് റാഫ്റ്റിൻ്റെ ഉള്ളിൽ കയറാനുള്ള ശ്രമം അല്ലേ, അത് മൂന്നാമത്തെ തവണയാണ് വിജയിച്ചത്. 4. Then I saw 3 of my mates near the raft. Who were the 3 shipmates Velasco saw? അപ്പോൾ ചങ്ങാടത്തിനരികെ ഞാൻ എൻ്റെ 3 സഹയാത്രികരെ കണ്ടു. വെലസ്കോ കണ്ട ആ 3 പേർ ആരൊക്കെയായിരുന്നു? അപ്പോൾ വെലസ്കോ 3 പേരെ കാണുന്നുണ്ട്. ആരൊക്കെയായിരുന്നു? കാസിലോ, കരാബെല്ലോ ആൻഡ് ലൂയിസ് റഞ്ചിഫോ. കാസിലോ, കരാബെല്ലോ, ലൂയിസ് റഞ്ചിഫോ ആയിരുന്നു ആ 3 പേർ അല്ലേ, ഷിപ്മേറ്റ്സ് ഹൂം വെലസ്കോ സോ. 5ാമത്തെ ക്വസ്റ്റ്യൻ, കുഡ് വെലസ്കോ സേവ് രാമൻ ഹെരേര? വൈ? വെലസ്കോക്ക് രാമൻ ഹെരേരയെ രക്ഷിക്കാൻ പറ്റിയോ? എന്തുകൊണ്ട്? No, the life raft was almost 2 meters away and it was very heavy in that lurching to sea to row against the wind. So he was unable to reach Raman Herrera. രാമൻ ഹെരേരയുടെ അടുത്തെത്താൻ പറ്റിയില്ല. കാരണം 2 മീറ്റർ അകലത്തിലായിരുന്നു ആരുണ്ടായിരുന്നത്? ലൈഫ് റാഫ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തുഴഞ്ഞ് കടലിൻ്റെ കുത്തൊഴുക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ലർച്ചിങ് സീ അലറിക്കരയുന്ന കടലിനനുസരിച്ച് മൂവ് ചെയ്യാൻ വെലസ്കോക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഭാരമുള്ളതായിട്ട് തോന്നി. അതുകൊണ്ടിട്ട് എത്താൻ പറ്റിയില്ല. 6th one, വാട്ട് വേ എഡ്വേർഡോ കാസിലോ ആൻഡ് ജൂലിയോ അമാൻഡർ കരാബെല്ലോ ഡൂയിങ്? എഡ്വേർഡോ കാസിലോയും ജൂലിയോ കമാൻഡർ കരാബെല്ലും എന്ത് ചെയ്യുകയായിരുന്നു? കരാബെല്ലോ വിത്ത് കാസിലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക് വാസ് സ്ട്രഗ്ലിംഗ് ഹാർഡ് ടു സ്വിം ടുവേർഡ്സ് ദ റാറ്റ്. അപ്പോൾ കരാബെല്ലോ കാസിലോ കഴുത്തിൽ കൈ പിടിച്ചിട്ട് തൂങ്ങിക്കിടക്കുമല്ലേ, എന്നിട്ട് അവർ രണ്ടുപേരും കൂടി നീന്താൻ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു. 7th one, what kind of a man was Luis Rengifo? ലൂയിസ് റെഞ്ചിഫോ ഏത് തരക്കാരനായിരുന്നു? ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമുള്ള ക്യാരക്ടറാണെന്ന് പറഞ്ഞില്ലേ. ഹി വാസ് എ ബോൾഡ് ആൻഡ് കോൺഫിഡൻറ്റ് പേഴ്സൺ ഹു വാസ് നോട്ട് റെഡി ടു ഗീവ് അപ്പ് ടിൽ ദ എൻഡ് അല്ലേ. അവസാനം വരെ ഒട്ടും വിട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തുന്ന ഒരു ധൈര്യശാലിയായ ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് റെഞ്ചിഫോനെ മനസ്സിലാവുന്നത്. വാട്ട് ഹാപ്പൻ ടു കരാബെല്ലോ ആൻഡ് കാസിലോ? കരാബെല്ലോയ്ക്കും കാസിലോയ്ക്കും എന്ത് പറ്റി? കരാബെല്ലോ ഹാഡ് വാനിഷ്ഡ് വിത്ത് കാസിലോ ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക്. രണ്ടുപേരും കടലിൽ അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. 9th one, what was the absurd thing done by the narrator? നറേറ്റർ ചെയ്ത മണ്ടത്തരം എന്തായിരുന്നു? He put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. ഓറ് വെള്ളത്തിലിട്ട് എന്താണ് നങ്കൂരമടിക്കാൻ ശ്രമിക്കുന്ന ഒരു ടൈം വരുന്നുണ്ട്. അതാണ് നറേറ്റർ ചെയ്ത മണ്ടത്തരം. 10ാമത്തേത്, ഹൗ ഡിഡ് അമാൻഡർ ആൻഡ് കാസിലോ വാനിഷ്? അമഡോറും കാസിലോയും എങ്ങനെയാണ് അപ്രത്യക്ഷരായത്? അമാൻഡർ, കരാബെല്ലോ ആൻഡ് കാസിലോ ഹാഡ് ഓൾമോസ്റ്റ് റീച്ച് ദ റാഫ്റ്റ് വെൻ എ ഹ്യൂജ് വേവ് സ്ട്രക്ക് ആൻഡ് ദേ വാനിഷ്ഡ് വിത്ത് ദ വേവ്സ്. അവർ പെട്ടെന്ന് അടുത്തെത്തുന്ന ഒരു അവസരം വരുന്നുണ്ട് കഥയിൽ. പക്ഷേ പെട്ടെന്നാണ് ഒരു വലിയ ജൈജാൻറ്റിക് വേവ് വന്ന് അവർ
പോകുന്നത്. I made a last try. What was the last try made by Velasco? Was he successful in it? ഞാനൊരു അവസാന ശ്രമം നടത്തി. വെലസ്കോ നടത്തിയ അവസാന ശ്രമം എന്തായിരുന്നു? അയാൾ അതിൽ വിജയിച്ചോ? വെലസ്കോ ട്രൈ ടു റോ ടുവേർഡ്സ് റെഞ്ചിഫോ ടു റെസ്ക്യൂ. റെഞ്ചിഫോനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി തുഴഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഹി വാസ് നോട്ട് സക്സസ്ഫുൾ ഇൻ ഇറ്റ്. അതിൽ വിജയിക്കുന്നില്ല. റെഞ്ചിഫോ സാങ് ഫോർ എവർ ലെസ് ദാൻ 2 meters ഫ്രം ദ ഓർ. റെഞ്ചിഫോ കടലിൽ മുങ്ങി താഴുകയാണ് ചെയ്യുന്നത് 2 meter ഓറിന്റെ അകലത്തിൽ വെച്ച്. I kept searching the water, hoping that someone would surface soon. Did anyone come to the surface? Why? 12ാമത്തെ ചോദ്യം. ഞാൻ ജലമരപ്പിന് മുകളിൽ നോക്കിക്കൊണ്ടേയിരുന്നു. ആരെങ്കിലും പൊങ്ങി വരുമെന്ന് വിചാരിച്ചു. ആരെങ്കിലും വെള്ളത്തിൽ മുകളിൽ വന്നു. എന്തുകൊണ്ട്? No, all the other shipmates were drowned. എല്ലാ ഷിപ്മേറ്റ്സും മുങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് ആരും പൊങ്ങി വന്നില്ല. 13ാമത്തെ ക്വസ്റ്റ്യൻ. പിക്ക് ദ ഇമേജ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ സൺ. സൂര്യനെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? The sun was hot and metallic. സൂര്യൻ ഭയങ്കര ചൂടും ഭയങ്കര ഒരു മെറ്റാലിക് ആയിരുന്നു എന്നാണ് പറയുന്നത്. 14th one. But I tried to resign myself to it. What did Velasco resign himself to? പക്ഷേ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായി. എന്ത് സ്വീകരിക്കാനാണ് അയാൾ തയ്യാറായത്? The narrator resigned himself to the fact that he was alone at the sea and he had no food and water. ഒറ്റക്കാണെന്നും ഭക്ഷണവും വെള്ളവും ഇല്ലെന്നുള്ള കാര്യം സ്വീകരിക്കാനാണ് നരേറ്റർ തയ്യാറായത്. Why did Velasco splash water over his head? വെലസ്കോ എന്തിനാണ് തന്റെ തലയിൽ വെള്ളം തളിച്ചത്? 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Answer. The narrator splashed water on his head as he had lost his cap and the sun burned his head and skin. തലയിൽ വെള്ളം വയ്ക്കുന്നത് ക്യാപ്പ് നഷ്ടപ്പെടുകയും ഭയങ്കര ചൂടായതുകൊണ്ടിട്ടാണ് വെള്ളം തളിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ. But when I did, I was startled. Why was Velasco startled? പക്ഷെ ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ഞെട്ടലുണ്ടായി. എന്താണ് വെലസ്കോ ഞെട്ടിയത്? Velasco was startled because he saw a half moon shaped wound on the lower part of his knee. വലത് മുട്ടിൻ്റെ അവിടെ ലോവർ പാർട്ടിൽ ഒരു മൂൺ ഷേപ്പ് ആകൃതിയിൽ ഒരു മുറിവ് കണ്ടപ്പോഴാണ് വെലസ്കോ ഞെട്ടിപ്പോയത്. സോ നമ്മുടെ ക്വസ്റ്റൻ ആൻസേഴ്സ് കഴിഞ്ഞു. ഇനി അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ എക്സാം പോയിന്റിന്റെ ബുക്സ് റെഫർ ചെയ്യുക. മിസ് ആൻസർ ഒക്കെ റെഫർ ചെയ്ത് എഴുതിയിരിക്കുന്നത് എക്സാം പോയിന്റിന്റെ ബുക്കിൽ നിന്നാണ്. സോ യു ക്യാൻ ഓൾസോ റെഫർ ദ സെയിം ബുക്ക് ഫോർ അഡീഷണൽ ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സ് ഓൾസോ. So we are moving on to the activities that you can see in your textbook. Let us revisit. നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. സോ റീവിസിറ്റ് മിസ് പറയാറുള്ള പോലെ നമ്മളൊന്നും കൂടി തിരിച്ചു പോകുകയാണ് നമ്മുടെ പാഠത്തിലോട്ട്. Activity 1. Fill in the following mind map of the story A Shipwrecked Sailor. ആ ഷിപ്പ്രെക്ട് സെയിലറിൻ്റെ ഒരു മൈൻഡ് മാപ്പ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാരക്ടേഴ്സ് ആൻഡ് ദ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് വെലസ്കോൻ്റെ പേര് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള 4 കോളം ഗ്യാപ്പാണ്, അതായത് മിസ്സിംഗ് ആണ്. അത് നമുക്ക് ഫില്ല് ചെയ്യണം. പിന്നെ മെയിൻ ഇവൻറ്റ്സ് എന്താണെന്ന് ഫില്ല് ചെയ്യാൻ ഒരു 4 ബോക്സ് വന്നിട്ടുണ്ട്. വേർഡ്സ് ഡിസ്ക്രൈബിങ് ലോൺലിനെസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതിന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻസ് അല്ല, ഒരു സ്പേസ് വന്നിട്ടുണ്ട്. വേർഡ്സ് ഡിസ്ക്രൈബിങ് ദ സീ, അതിനും ഒരു ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ വി ആർ ഫില്ലിംഗ് ഫസ്റ്റ് ദ ക്യാരക്ടേഴ്സിനെയാണ് ഫില്ല് ചെയ്യുന്നത്. വെലസ്കോനെ മാത്രമാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി 4 പേരെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? കരബല്ലോ, കാസില്ലോ, റെഞ്ചിഫോ ആൻഡ് രാമൻ ഹെരേര. ഇതായിരുന്നു ബാക്കിയുള്ള 4 വെലസ്കോന്റെ ഷിപ്പ്മേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടേഴ്സ് നമുക്ക് മനസ്സിലായല്ലോ. ഇനി മെയിൻ ഇവൻറ്റ്സ്, ആ ഷിപ്പ്രെക്ട് സെയിലറിലെ മെയിൻ ഇവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. വെലസ്കോ ആൻഡ് ഹിസ് ഷിപ്പ്മേറ്റ്സ് വെർ ട്രാവലിംഗ് ഇൻ എ ഷിപ്പ്, അല്ലേ, ഷിപ്പിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി മാനേജ് ടു ഗെറ്റ് ഓൺ എ റാഫ്റ്റ്. അപ്പോൾ റാഫ്റ്റിൽ കയറാൻ നോക്കി. ഹി ലോസ്റ്റ് ഷിപ്പ്മേറ്റ്സ് ഇൻ ദ ഷിപ്പ്രെക്കിൽ എല്ലാ മേറ്റ്സിനെയും നഷ്ടപ്പെടുന്നുണ്ട്. ഹി ഫ്ലോട്ടഡ് ഓൺ ദ റാഫ്റ്റ് ഫോർ മെനി ഡേയ്സ് അലോൺ ഇൻ ദ സീ വിത്തൗട്ട് ഫുഡ് ആൻഡ് വാട്ടർ. വെള്ളത്തിൽ ഒഴുകി കിടക്കുമായിരുന്നു 10 ദിവസം. 10 ദിവസം നമുക്ക് നേരത്തെ അറിയാം, അല്ലേ? ഫുഡും ഇല്ല, ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ലാതെ 10 ദിവസത്തേക്ക് ഒറ്റയ്ക്ക് ഒഴുകി നടക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ ചാപ്റ്ററിലെ മെയിൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അതൊക്കെ 4 ബോക്സ് ഉള്ളതുകൊണ്ടിട്ടാണ് മെയിൻ ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ മുങ്ങിയതും ഓരോരുത്തരെ രക്ഷിക്കാൻ നോക്കിയതും ഒക്കെ നമുക്ക് ഇവൻറ്റ്സ് ആയിട്ട് എഴുതാം. ഇതിലെ മെയിൻ ഇവൻറ്റ്സ് മാത്രമാണ് മിസ് എടുത്തിരിക്കുന്നത്. ഇനി വേർഡ്സ് ഡിസ്ക്രൈബിങ് ദ സീ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തൊക്കെയാണ്? ചോപ്പി വേവ്സ്, ക്രസ്റ്റ് ഓഫ് എ വേവ്, ലർച്ചിങ് സീ, ജൈജാൻറ്റിക് വേവ്, ഹ്യൂജ് ക്രസ്റ്റ്, സോൾട്ട് വാട്ടർ. ഇത്രയും കാര്യങ്ങളാണ് സീനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഓഥർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേർഡ്സ് ഡിസ്ക്രൈബിങ് ലോൺലിനെസ് എന്ന് പറയുന്നത് അട്ടേർലി എലോൺ അറ്റ് സീ, സോളിറ്റ്യൂഡ്. ഈ 3 വേർഡ്സ് ആണ് ലോൺലിനെസ്സിന്. ആരുടെ ലോൺലിനെസ്സിനാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? വെലസ്കോന്റെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന വേർഡ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോകാം. Next we are going to see activity 2, that is you have identified the major events of the story, haven't you? അപ്പോൾ നമ്മൾ സ്റ്റോറിയിലെ മേജർ ഇവൻറ്റ്സ് കണ്ടു. ഹിയർ ഇസ് എ ഗ്രാഫിക് സ്റ്റോറി ഫോർ യു. നമുക്കൊരു ഗ്രാഫിക് സ്റ്റോറി തന്നിട്ടുണ്ട്. സ്റ്റഡി ദ പിക്ചേഴ്സ് കെയർഫുള്ളി ആൻഡ് റൈറ്റ് ദ അപ്രോപ്രിയേറ്റ് ഇവൻറ്റ്സ് ഫ്രം ദ സ്റ്റോറി ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. Try to add possible dialogues too.
Now you can narrate the story from the point of view of Velasco. Some events are given to help you. അപ്പോൾ നമ്മൾ ഇനി ഒരു ഗ്രാഫിക് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക്. അതിൽ സ്റ്റോറീസിൽ ചില പോർഷൻ ഫിൽഡ് ആണ്, ബാക്കിയുള്ളത് ഫിൽഡ് അല്ല. എന്തായാലും നമ്മൾ വെലാസ്കോ ആയിട്ടാണ് ഈ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗർ ആണ്. ഇവിടെ നമുക്കറിയാം ഒരു 12 ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഇവൻറ്റും രണ്ടാമത്തെ ഇവൻറ്റും 12ാമത്തെ ഇവൻറ്റും നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട്. നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് വരുന്നതെന്നും. ഫസ്റ്റ്, മൊബൈൽ അലാബാമ USA, February 28, 1955. I am Velasco. I am a sailor and the narrator of the story. That is Clark's, my ship. I am traveling from Mobile, Alabama in the US to my country, Colombia. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ സെയിലിംഗ് എങ്ങോട്ടാണുള്ളത്, ആരാണ് എന്നുള്ളത് മനസ്സിലായി. ഷിപ്പിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഗ്രാഫിക് പിക്ചർ പറയുന്നത് അതാണ്. ഇനി സെക്കൻഡ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ഹായ് ഐ എം വെലാസ്കോ മാത്രമാണ് തന്നേക്കുന്നത്. ബാക്കി 4 കോളംസ് അല്ലെങ്കിൽ 4 അനോട്ടേഷൻസ് അല്ലെങ്കിൽ 4 സ്പേസ് ഗ്യാപ്പ് ഉള്ളതാണ്. അത് നമ്മൾ ഫില്ല് ചെയ്യണം. ഐ ഹാവ് 4 ഷിപ്പ്മേറ്റ്സ്. ദേ ആർ കരാബല്ലോ, കാസിലോ, റെഞ്ചിഫോ ആൻഡ് ഹെറേറ. ഈ 4 പേരുടെയും പേരുകൾ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഹായ് ഐ ആം അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂഷൻ ചെയ്യണം. അപ്പോൾ ഹായ് ഐ ആം കരാബല്ലോ കൊടുത്തിട്ടുണ്ട്, ഹായ് ആം കാസിലോ കൊടുത്തിട്ടുണ്ട്, ഹായ് ആം റിഞ്ചിഫോ, ഹായ് ആം ഹെറേറ. ഈ 4 പേരെയും നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഒന്നും വെക്കാൻ പാടില്ല, നമ്മളെല്ലാം ഫില്ല് ചെയ്യണം കേട്ടോ അങ്ങനത്തെ ഗ്യാപ്പ് വരുമ്പോൾ. ഇനി തേർഡിൻ്റെ സ്റ്റോറി എന്താണ്? സ്റ്റോറി ലൈന് തന്നിട്ടില്ല, പിക്ചർ മാത്രമേ തന്നിട്ടുള്ളൂ. സോ നമ്മളാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. തേർഡ് വൺ, ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻ ടു ആൻ അബിയസ് ആൻഡ് ഡിസപ്പിയർഡ്. ഷിപ്പ് അഗാധത്തിലേക്ക് മുങ്ങി ഡിസപ്പിയർ ആയി എന്നുള്ളതാണ്, അപ്രത്യക്ഷമായി എന്നുള്ളതാണ് ആ ഇവന്റ് വരുന്നത്. 4ാമത്തത് ഇവന്റ് തന്നിട്ടില്ല, നമ്മൾ എഴുതിയതാണ്. മൈ ഷിപ്പ് മേറ്റ്സ് വെർ ട്രൈങ് ടു ഗെറ്റ് ഓൺ ടു എ റാഫ്റ്റ്, വൺ ഓഫ് ദ റാഫ്റ്റ് ഡിസപ്പിയർഡ് ഫ്രം വ്യൂ. അല്ലേ, അതാണ് 4ാമത്തെ ഇവന്റ് തന്നിട്ടുള്ളത്. സോ 5ാമത്തെ ഇവന്റ് ആണ് നോക്കാം. ഈ വെലാസ്കോ എഴുതിയേക്കണത് അല്ലെങ്കിൽ ഫാറ്റ്സോ, നിങ്ങൾക്ക് ഫാറ്റ്സോ എന്ന് എഴുതാം. വി കോൾഡ് ഔട്ട് ടു ഈച്ച് അതർ ആൻഡ് ട്രൈ ടു സേ എ ഫ്ലൂട്ട്. അപ്പോൾ അതാണ് അടുത്ത 5ാമത്തെ ഇവന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ ഇവന്റ്, ദ വിൻഡ് ഈസ് സ്വിപ്പിംഗ് ഹാർഡ്, ഐ എം നോട്ട് ഏബിൾ ടു സിറ്റ് ആൻഡ് റോ ദ റാഫ്റ്റ്. ഇപ്പോൾ റാഫ്റ്റ് ഒക്കെ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദ വേ ഐ വോണ്ട്, ഞാൻ വിചാരിക്കുന്ന പോലെ റാഫ്റ്റ് എനിക്ക് തുഴഞ്ഞ് കൊണ്ട് പോകാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നോക്കിയേ, അവർ അവിടെ ഉണ്ട് അല്ലേ, പക്ഷെ എന്നിട്ട് പോലും ആ റാഫ്റ്റ് കയറ്റാൻ വെലാസ്കോക്ക് പറ്റുന്നില്ല. 7th, ഐ കാൺ റോ എഗെയിൻസ്റ്റ് ദ വിൻഡ് എന്ന് അച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. ഐ റോഡ് എഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് ട്രൈ ടു റീച്ച് വൺ ഓഫ് മൈ ഷിപ്പ്മേറ്റ്സ്. അല്ലേ, ആ ഷിപ്പ്മേറ്റ്സിൻ്റെ അടുത്ത് എത്താൻ ശ്രമിക്കുന്നുണ്ട്. 7th ഇവന്റ് വരുന്നത്. 8th ഇവന്റ്, കരാബല്ലോ കാസിലോ എന്ന് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട്, 2 കൈ കണ്ടോ. സഡൻലി എ ജൈജാന്റിക് വേവ് ലിഫ്റ്റഡ് ദ റാഫ്റ്റ്. വെൻ ഐ കെയിം ഡൗൺ ഐ സോ ഓൺലി ദ ഹാൻഡ്സ് ഓഫ് കരാബല്ലോ ആൻഡ് കാസിലോ. അവർ രണ്ടുപേരെയും കൈ മാത്രമേ കണ്ടുള്ളൂ എന്നാണ് പറയുന്നത്. അവരുടെ അടുത്ത് എത്താൻ പോയ ആ മൊമെന്റിലാണ് ആ ജൈജാന്റിക് വേവ് വരുന്നത്. 9th one, meanwhile Rengifo tried to stay above water with his headphone aloft in his right hand. ഹെഡ്ഫോൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ, അപ്പോൾ അതാരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് നോക്കിയിട്ട് വേണം കേട്ടോ, കഥയിലെ ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ സോ അതനുസരിച്ച് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. 10ാമത്തത്, ഫാറ്റ്സോ എന്ന് വിളിക്കണത്. Rengifo was tired and seemed to lose his heart. He sang calling out to me. Fatso, I replied. അല്ലേ, ഫാറ്റ്സോ എന്ന് വിളിക്കുന്നു. 11ാമത്തെ, hot and metallic midday sun was burning my head and my skin. സണ്ണിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. I had no food or water. It seemed an extraordinarily long time. വലിയൊരു സമയമായിട്ട് തോന്നി. 12th one, ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. I don't know what to do. I looked at my belongings. I have a watch, a gold ring, keys to my locker and 3 business cards. എന്തൊക്കെയാണ് കയ്യിലുള്ളത്, കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കി സമയം കളയാണ് വെലാസ്കോ. സോ ഇതാണ് നമ്മുടെ ഗ്രാഫിക് പിക്ചേഴ്സിൻ്റെ സ്റ്റോറി പറയുന്നത്. അപ്പോൾ ആ ഇവൻസ് ഒക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഗ്യാപ്പിലും നിങ്ങൾ ഫില്ല് ചെയ്യുക. Moving on to the next activity, that is activity 3. അല്ലേ, activity 3 എത്തി നമ്മൾ എന്താണെന്ന് നോക്കാം. Which event in the story do you think is the most tragic? Why? ഇവൻറ്റിൽ ഏത് പാട്ടാണ് കുറച്ചും കൂടി ട്രാജഡി ആയിട്ട് അല്ലെങ്കിൽ ട്രാജിക് ആയിട്ട് നമുക്ക് തോന്നുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണെന്നും എന്തുകൊണ്ടും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായിരിക്കും ശരിക്കും, നിങ്ങൾക്ക് എന്താ തോന്നണം? നമ്മൾ സ്റ്റോറി ഫുള്ള് വായിച്ചു കഴിഞ്ഞതാണ്, സ്റ്റോറി ഫുള്ള് മനസ്സിലായവരാണ്. എന്താണ് ട്രാജിക് സിറ്റുവേഷൻ? അവരെ രക്ഷപ്പെടുത്താൻ തൊട്ടടുത്ത് എത്തുമ്പോൾ ജൈജാന്റിക് വേവ് വരുന്ന ആ സിറ്റുവേഷൻ അല്ലേ, അത് കുറച്ചും കൂടി ട്രാജിക് ആണെന്നാണ് തോന്നുന്നത്. They were less than 3 meters away from Velasco's raft. He could hold out an oar for them to grab. At that moment, a gigantic wave lift the raft. അതാണ് അപ്പം വരുന്ന ആ തിരമാല, ആ കൂറ്റൻ തിരമാല വന്ന് റാഫ്റ്റിനെ പൊക്കിക്കൊണ്ട് പോവുകയും അവർ ആ സമയത്ത് മുങ്ങി താഴുകയും ചെയ്യുന്നുണ്ട്. അതാണ് കുറച്ചും കൂടി, കാരണം റാഫ്റ്റ് മീൻസ് രക്ഷപ്പെടാൻ എത്തി, ഞാനിപ്പോൾ രക്ഷപ്പെടുമെന്ന്
തോന്നുന്ന ആ സമയത്താണ് വീണ്ടും മുങ്ങിത്താന്ന് പോകുന്നത്. അത് കുറച്ചും കൂടി ഒരു ട്രാജിക് ഇവൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. ലെറ്റ് us enrich our vocabulary. നമുക്ക് വൊക്കാബുലറി ഒന്ന് എൻറിച്ച് ചെയ്യാം, നമ്മുടെ ഉള്ളിലുള്ള വൊക്കാബുലറിനെ കുറച്ചും കൂടി ഒന്ന് പരിപോഷിപ്പിക്കാം. ആക്ടിവിറ്റി 1, look at the opening sentence of the story. My first impression was that I was utterly alone in the middle of the ocean. സ്റ്റോറിയിലെ ഫസ്റ്റ് ലൈൻ ആണ് ഇവിടെ കേട്ടത്. Here the narrator describes his experience of a shipwreck in first person. നറേറ്റർ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഷിപ്പ്രെക്കിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് അനുഭവങ്ങളാണ്. ഹൗ വുഡ് ദി സെന്റൻസ് ചേഞ്ച് ഇഫ് വി എക്സ്പ്രസ് ദ സെയിം ഇൻ തേർഡ് പേഴ്സൺ? തേർഡ് പേഴ്സണിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സെന്റൻസ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഡാഷ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് ഡാഷ് വാസ് അറ്റർലി അലോൺ ഇൻ ദ മിഡിൽ ഓഫ് ഓഷ്യൻ അല്ലേ. മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് അല്ലേ, ഇവിടെ പറഞ്ഞേക്കുന്നത് മൈ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് അല്ലേ. അത് എന്നിട്ട് ഐ വാസ് അറ്റർലി അലോൺ ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, മൈയും ഐയും ആണ്. ഇനി തേർഡ് പേഴ്സണിൽ അത് നമ്മൾ പറയുമ്പോൾ ഹിസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് he was utterly alone in the middle of the ocean എന്ന് നമുക്ക് പറയാം. സോ ദ പൊസസീവ് ഫോം ഓഫ് നൗൺസ്, നൗൺസിൻ്റെ പൊസസീവ് ഫോംസിന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ് പറയാറുണ്ട്. എസ് പറഞ്ഞ് എസ് ടു ദ നൗൺസ്. ഇപ്പം അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എന്താക്കാം, ലൈക്ക് ഇത് പ്രോനൗണിൽ ചേഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം, തേർഡ് പേഴ്സണിൽ പറയുമ്പോൾ വെലാസ്കോസ് അല്ലേ. വെലാസ്കോസ് ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ദാറ്റ് he was utterly alone in the middle ocean. അപ്പോൾ നമ്മൾ വെലാസ്കോനെ പൊസസീവിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്, ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു എസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സജനാസ് ബുക്ക്, നമ്മളിപ്പോൾ സജനയുടെ ബുക്ക് എന്ന് പറയുമ്പോൾ സജനാസ് ബുക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും, രാഹുൽസ് ബാറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്രോനൗൺസ് ആകുമ്പോൾ നമുക്കറിയാം ഐ എന്നുള്ളത് മൈയിലോട്ട് മാറും. ഇവിടെ ഐ എന്നുള്ളത് ഹീ ആയില്ലേ, അതുപോലെ ഐ വാസ് അട്ടർലി അലോൺ എന്ന് പറയുന്നത് ഹി വാസ് അട്ടർലി അലോൺ എന്നുള്ളത്, അല്ലെങ്കിൽ ഐ എന്നുള്ളത് മൈ ആവും. ഞാൻ തന്നെ പറയുവാണെങ്കിൽ ഐ എന്നുള്ളത് മൈ ആവും. അപ്പോൾ നമുക്ക് കുറച്ച് പൊസസീവ് പ്രോനൗൺസ് നോക്കാം. ഈ പൊസസീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോനൗൺസ് എന്താണെന്ന് നമുക്കറിയാം. നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ പൊസസീവ് പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താണ്, എന്തെങ്കിലും ഒരു പൊസിഷൻ, എന്തെങ്കിലും ഒരു ഓണർഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പൊസസീവ് പ്രോനൗൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊസസീവ് നൗൺസ് എന്ന് പറയുന്നത്. സപ്പോസ് ഇപ്പോൾ സജനാസ് ബുക്ക് ആരുടെ ബുക്കാണെന്നുള്ള ആ ഓണർഷിപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഇല്ലേ, ആരുടെ ബുക്കാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ, ദാറ്റ് ഇസ് സജനാസ് ബുക്ക്. സോ ഹിസ്, മൈൻ എന്നൊക്കെ പറയുന്ന ആ ടേംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊസസീവ് പ്രോനൗൺസ്. ഇവിടെ നമുക്ക് കുറച്ച് പൊസസീവ് ഫോംസ് ഓഫ് ദ പ്രോനൗൺസ് നോക്കാം. ഐയുടെ എന്താണെന്ന് നോക്കാം. ഐയുടെ എന്താണ്, ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ട് മൈ ആണെന്ന്. ഇനി വിയുടെ എന്താണ്, അവർ, വി അവർ ആണ്. യു യോർ ആണ്. ഹി ഹിസ് ആണ്. ഷീ എന്ന് പറയുന്നത് ഹെർ ആണ്. ദേ എന്ന് പറയുന്നത് ദയേഴ്സ് ആണ്. ഇറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആണ്. സോ ദിസ് ഇസ് ദ വാട്ട് ഇസ് കോൾഡ് പൊസസീവ് പ്രോനൗൺസ്. പൊസസീവ് പ്രോനൗൺസ് എന്താണെന്ന് മിസ് പറഞ്ഞു, ഇൻഡിക്കേറ്റ് ദ ഓണർഷിപ്പ് ആണ്. പ്രോനൗൺസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഓണർഷിപ്പ് ഓർ പൊസിഷൻ ഓഫ് സംതിങ്, എന്തെങ്കിലും ആവട്ടെ, ഇപ്പോൾ ബുക്ക് ആവട്ടെ, വാച്ച് ആവട്ടെ, ബാറ്റ് ആവട്ടെ, ഐസ്ക്രീം ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഇസ്. ഇപ്പോൾ ഈ ടാബോ പെന്നോ എന്തെങ്കിലും ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ആരുടെയാണ് എന്ന് പറയുന്നത് അതാണ് ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് ഇംഗ്ലീഷിലെ പൊസസീവ് പ്രോനൗൺസ് നമുക്കറിയാം, മൈൻ, അവേഴ്സ് എന്നൊക്കെ പറയുന്നത് പൊസസീവ് പ്രോനൗൺസിന് എക്സാമ്പിൾസ് ആണ്. ക്ലിയർ അല്ലേ? യൂസ് ഈച്ച് പ്രോനൗൺ ആൻഡ് ഇറ്റ്സ് പൊസസീവ് സെൻറ്റൻസ് ഓഫ് യുവർ ഓൺ. അപ്പോൾ നമ്മളിവിടെ ഈ പൊസസീവ് സെൻറ്റൻസിനെയും പ്രോനൗൺസിനെയും നമ്മൾ കണ്ടല്ലോ, അത് നമ്മളിവിടെ യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളിവിടെ ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അവർ സ്കൂൾ വൺ ദ മാച്ച് ആൻഡ് വി ഗോട്ട് ദ പ്രൈസ് അല്ലേ. അവർ സ്കൂൾ വൺ ദ മാച്ച് ആൻഡ് വി ഗോട്ട് ദ പ്രൈസ് നമ്മൾ നൗണും പൊസസീവ് പ്രോനൗണും ഉപയോഗിച്ചിട്ടുണ്ട്. പ്രോനൗണും ഉപയോഗിച്ചിട്ടുണ്ട്, പൊസസീവ് ഫോംസും ഉപയോഗിച്ചിട്ടുണ്ട്. യുവർ ബ്രദർ ഇസ് ടോൾ ബട്ട് യു ആർ ഷോർട്ട്, യുവറും യു അല്ലേ. ഹിസ് ക്യാരക്ടർ വാസ് ഗുഡ് ആൻഡ് ഹി വാസ് അപ്രീഷിയേറ്റഡ്. പൊസസീവും പ്രോനൗണും തിരിച്ചറിയണം കേട്ടോ. ഹർ ഫ്രണ്ട് ആസ് വെൽ ആസ് ഷീ ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. ഹെർ അല്ലേ, ഷീ ആണ് പ്രോനൗൺ വരുന്നത്, ഇത് പൊസസീവ് പ്രോനൗൺ ആണ്. ആരുടെ അല്ലേ, എന്തിൻ്റെ, ആരുടെ സാധനം എന്ന് പറയുമ്പോൾ അതാണ് പൊസസീവ്. ഇനി നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ദ പെർഫോമൻസ് വിൽ ബി ഗുഡ് ഇഫ് ദേ യൂസ് കോസ്റ്റ്യൂംസ്. യുടെ പൊസസീവ് പ്രോനൗൺ ആയിട്ട് വരുന്നത് ദെയർ ആണ്. ഇറ്റ്സ് അപ്പിയറൻസ് ഇസ് അട്രാക്റ്റീവ് ആസ് ഇറ്റ് ഇസ് ബ്രൈറ്റ് കളേർഡ്. ഇറ്റിൻ്റെ പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഇറ്റ്സ് ആണ്. മനസ്സിലായല്ലോ പൊസസീവ് പ്രോനൗൺ എന്താണെന്ന്? പ്രോനൗണിൻ്റെ പൊസസീവ് ഫോംസ് ആണ് നമ്മളിവിടെ കണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. Moving on to the next activity, look at the sum of the words used in the story. കുറച്ച് വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട് ബോക്സിൽ, നമുക്ക് നോക്കാം. അൺഎക്സ്പെക്റ്റഡ്ലി,
disappeared, indefinitely reassuring. It can be seen that suffixes like li, ed and ing are used after the root word. ഇവിടെ ഈ റൂട്ട് വേർഡ് എന്ന് പറയുമ്പോൾ ഈ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഈ എക്സ്പെക്റ്റഡ്ലി അല്ലേ, റൂട്ട് വേർഡ് അൺഎക്സ്പെക്റ്റഡ് അല്ലേ, അൺഎക്സ്പെക്റ്റഡ് എന്ന വേർഡിൻ്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്? അൺഎക്സ്പെക്റ്റഡ് എന്ന റൂട്ട് വേർഡിൻ്റെ കൂടെ ലീ ആഡ് ചെയ്തിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ. ഇനി എന്താണ് ആഡ് ചെയ്തിരിക്കുന്നത്? ഡിസപ്പിയർ എന്ന വേർഡിൻ്റെ കൂടെ എഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻഡെഫിനിറ്റ് എന്ന വേർഡിൻ്റെ കൂടെ ലീ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി റീഅഷ്യൂറിൻ്റെ വേർഡിൻ്റെ കൂടെ ING ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് റൂട്ട് വേർഡിൻ്റെ അറ്റത്ത് എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് അതൊരു ന്യൂ വേർഡ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സഫിക്സ്. മനസ്സിലായോ? സഫിക്സിൻ്റെ വേറൊരു എക്സാമ്പിൾ മിസ് പറയാം. ഹാപ്പിനൊന്ന് സഫിക്സ് ആക്കാൻ പറ്റുമോ? ഹാപ്പിയുടെ എന്താ ആഡ് ചെയ്യാൻ പറ്റും? ഹാപ്പിലി അല്ലേ. അപ്പോൾ സഫിക്സ് ആയില്ലേ, ഒരു ന്യൂ വേർഡുമായി സഫിക്സ് ആഡ് ചെയ്തു, നമ്മൾ സഫിക്സ് ആഡ് ചെയ്തില്ലേ, ഹാപ്പിലി. അങ്ങനെ നമ്മൾക്ക് ഡിഫറെൻറ്റ് വേർഡ്സ് ഉണ്ടാക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് കോൾഡ് സഫിക്സ് ആഡിങ് സംതിങ്. അതായത് ലീ ആകാം, എഡ് ആവാം, ഇനി ING ആവാം. എന്തെങ്കിലും വേർഡിൻ്റെ കൂടെ ഇപ്പോൾ റൈറ്റിംഗ് എന്തായി, ING ആഡ് ചെയ്തു, നമ്മളൊരു സഫിക്സ് ആക്കി. റൂട്ട് വേർഡിൻ്റെ ഇതിൽ കൂടെ ING ആഡ് ചെയ്തതാണ്. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് കോൾഡ് സഫിക്സ്. സഫിക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് വേർഡ് കഴിഞ്ഞിട്ടാണ് എന്ത് ആഡ് ചെയ്യുന്നത്? ഒരു ത്രീ ലെറ്റർ വേർഡ് എന്ന് പറയാൻ പറ്റില്ല. ഇല്ലി എന്നൊക്കെ പറയുന്നത് വേർഡൊന്നുമില്ല. 3 വേർഡ്സോ 3 ആൽഫബറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നത് അല്ലേ. 3 ലെറ്റേഴ്സ് ആഡ് ചെയ്ത് 3 or 2 ഒക്കെ ആഡ് ചെയ്ത് പുതിയൊരു വേർഡിനെ ഫോം ചെയ്യുകയാണ് അല്ലേ. ഹാപ്പി എന്ന് പറഞ്ഞ വേർഡിൻ്റെ കൂടെ ലീ ആഡ് ചെയ്ത് ഹാപ്പിലി ആയി. നമ്മൾ റൈറ്റിൻ്റെ കൂടെ റൈറ്റിംഗ് ആയി, അൺഎക്സ്പെക്റ്റഡ്ലി, ഡിസപ്പിയർഡ് ആയി, ഇൻഡെഫിനറ്റ് ഡെഫിനറ്റ്ലി ആയി, റീഅഷ്യൂറിങ്. ഇങ്ങനെയുള്ള ഡിഫറൻസസ് വരുന്നില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സഫിക്സസ് എന്ന് വിളിക്കുന്നത്. അണ്ടർസ്റ്റാൻഡബിൾ അല്ലേ? ഇനി അതുപോലെ തന്നെ പ്രിഫിക്സ് ഉണ്ട്. അപ്പോൾ സഫിക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് വേർഡിൻ്റെ അവസാനം വരുന്ന ആ അക്ഷരങ്ങളാണെന്നുണ്ടെങ്കിൽ, പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമുണ്ട്, പ്രീഫിക്സ് ആണ്. അപ്പോൾ അത് ഫ്രണ്ടിൽ വരുന്നതാണ് അല്ലേ. പ്രീ ഡിഗ്രി എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്. അതായത് ഡിഗ്രിക്ക് മുമ്പ് പഠിച്ചിരുന്ന 10th കഴിഞ്ഞിട്ടുള്ള കോഴ്സിനാണ് നമ്മൾ പ്രീ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് +1 +2 ആണ്. അപ്പോൾ ഡിഗ്രിക്ക് മുമ്പുള്ള സാധനം. അപ്പോൾ പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ റൂട്ട് വേർഡിൻ്റെ ഫ്രണ്ടിൽ ജോയിൻ ചെയ്യുന്ന ആ ലെറ്റേഴ്സിനെ പറയുന്ന പേരാണ്. യു ക്യാൻ ഓൾസോ സീ ദാറ്റ് സം എലമെന്റ്സ് ആർ ആഡഡ് ബിഫോർ ദ റൂട്ട് വേർഡ് ലൈക്ക് അൺ, ഡിസ്, ഇൻ, റീ അല്ലേ. ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പിയറിൻ്റെ കൂടെ റീഅപ്പിയർ. എന്താണ്? ഇൻഡിഫറൻ്റ് ആണ്, ഡിസ്റെസ്പെക്ട്ഫുൾ, അൺഹാപ്പി അല്ലേ. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ എന്താണ് ബിഫോർ ദ റൂട്ട് വേർഡിൻ്റെ കൂടെ ആഡ് ചെയ്യും. അതിനാണ് പ്രിഫിക്സിൻ്റെ എക്സാമ്പിൾ എന്ന് നമ്മൾ പറയാറ്. ഇപ്പോൾ അൺ വച്ച് ഞാൻ പറഞ്ഞു, ഹാപ്പി തന്നെ പ്രിഫിക്സ് ആക്കി കഴിഞ്ഞാൽ അൺഹാപ്പി ആയി അല്ലേ. അൺഹാപ്പി ആയി. റെസ്പെക്റ്റ്, ഡിസ്റെസ്പെക്റ്റ് വന്നു. ഇനി എന്താണ്? ഇന്നാണ് പറഞ്ഞേക്കണത് അല്ലേ. ജസ്റ്റിസിൻ്റെ കൂടെ ഫ്രണ്ടിൽ ഇൻജസ്റ്റിസ്. റീ ആണ് വന്നേക്കണത്. റീറെഡ് ദ ചാപ്റ്റർ എന്ന് നമുക്ക് പറയാം അല്ലേ. സോ ദീസ് ആർ ദ വേർഡ്സ് ദാറ്റ് ആർ കോൾഡ് പ്രിഫിക്സസ്. അപ്പോൾ സം എലമെന്റ്സ് ആർ ബീൻ ആഡഡ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ റൂട്ട് വേർഡ്. അതിനാണ് പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ. സം എലമെന്റ്സ് ആഡഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ റൂട്ട് വേർഡ് ആണെങ്കിൽ അതിന് നമ്മൾ സഫിക്സ് എന്ന് പറയും. ഇനി ഇതുപോലത്തെ കുറച്ച് വേർഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിൽഡ് അല്ല. സോ അൺ, ഡിസ്, ഇൻ ഒക്കെയാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. നോക്കാം. അൺഹാപ്പി, അൺഡ്രസ്, അൺഫോർച്ചുനേറ്റ്. ഈവൻ ടെക്സ്റ്റിലുള്ളതല്ല, ചിലപ്പോൾ ഡിക്ഷണറിയിലുള്ളത് മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അൺകൗണ്ടബിൾ, അത് വെച്ചിട്ട്. ഡിസ് വെച്ചിട്ട് ഡിസ്ഗ്രേസ്, ഡിസ്ഹോണസ്റ്റ്, ഡിസഗ്രി, ഡിസപ്പിയർ. ഇൻ വെച്ചിട്ട് ഇൻസഫിഷ്യൻറ്റ്, ഇനാക്റ്റീവ്, ഇൻഅപ്രോപ്രിയേറ്റ്, ഇൻജസ്റ്റിസ്. റീ വെച്ചിട്ട് റീവാല്യൂ, റീകൺസിഡർ, റീവിസിറ്റ്, റീകൺസിഡർ. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന വേർഡ്സ്. ഇനി ആക്ടിവിറ്റി 3 പോവുകയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് പിക്കിംഗ് അപ്പ് ദ റൈറ്റ് വേർഡ്സ് ഗിവൺ ഇൻ ദ ബോക്സ്. ഈ ബോക്സിൽ 5 വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ചെയ്യാനുള്ളത്. ഇംപ്രഷൻ, റെക്കഗ്നൈസ്, കോൺടെംപ്ലേറ്റ്, സർഫേസ്, എവിഡൻസ്. ഈ വേർഡാണ് തന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ആ വേർഡ്? ഇവിടെ മിസ് ഒന്ന് എഴുതാം. ജസ്റ്റ് ഇംപ്രഷൻ,
കോണ്ടംപ്ലേറ്റ്, പിന്നെന്തായിരുന്നു, എവിഡൻസ്, സർഫേസ്, റെക്കഗ്നൈസ്. ഈ 5 വേർഡാണ് തന്നിട്ടുള്ളത്. ഇവ ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് കറക്റ്റ് ചെയ്ത് വേർഡ് വരും നോക്കാം. ഐ കാൺട്ട് വാട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ടു ബി എലോൺ. മൈ ഡാഷ് ഓഫ് ഇറ്റ് ഈസ് റിയലി ഫ്രൈറ്റനിങ്. I am saying this based on the dash I got from my reading. I also dash that floating on the dash of the sea on a boat alone is a more frightening experience than being trapped in a forest. അപ്പോൾ ഈ ബേസ്ഡ് ഓൺ ദ സ്റ്റോറിനെ വെച്ചിട്ട് ഒരു ഫില്ലിംഗ് ഇൻ ആൻസർ ആണ് തന്നിരിക്കുന്നത്. ഐ കാൺട്ട് കോണ്ടംപ്ലേറ്റ് ആണ് ഫസ്റ്റ് വരുന്ന വേർഡ്. ഐ കാൺട്ട് കോണ്ടംപ്ലേറ്റ് what it would be like to be alone. My impression, അല്ലേ, my impression of it is, my impression of it is really frightening. I am saying this based on the evidences, അല്ലേ. I got my from my reading. പിന്നെ I also എന്താണ് പറഞ്ഞിരിക്കുന്നത്, I also dash that floating on the, I also recognize, I also recognize that floating on the surface of the surface, അല്ലേ, നെക്സ്റ്റ് വരുന്ന സർഫേസ്. അപ്പോൾ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആക്ടിവിറ്റിയും കഴിഞ്ഞു. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയാലോ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ് us റൈറ്റ്. അപ്പോൾ നമ്മൾക്ക് എന്തോ എഴുതാനുള്ള ആക്ടിവിറ്റിയാണ് ഇനിയുള്ളത്. നോക്കാം ഏതാന്ന്. Activity 1. The narrator was given a heroic welcome by the people of his locality. Imagine that he narrates his experience in a public meeting. Write the possible speech the narrator might have been delivered. അപ്പോൾ നറേറ്റർ റെസ്ക്യൂ ചെയ്ത് വന്നു. അപ്പോൾ നമ്മളൊരു മീറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുകയാണ്, എന്നിട്ട് ഒരു റിസപ്ഷൻ പോലെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയൊരു സംഭവമൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ. അപ്പോൾ അതിന് അവിടെ വെച്ചിട്ട് നറേറ്റർ പറയാൻ പോകുന്ന സ്പീച്ച് എന്തായിരിക്കും എന്ന് ഊഹിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Ladies and gentlemen, I am very happy to be in front of you. I never thought that I would be alive and among my dear ones. It was a terrible experience at sea. The shipwreck, the loss of my friends, the extraordinary loneliness, the hunger and thirst, and then the miraculous survival are quite incredible and unimaginable. I don't know how I tolerated and managed to overcome all these adverse situations. Even now, when I think of it, I feel its fear overcoming my mind. But it's all over. This difficult experience has taught me that we should not yield to any hardships in life. Tolerance, perseverance, and confidence can lead us to victory. Anyway, I am very much grateful to my beloved ones for giving me such a wonderful reception in my hometown. I would like to extend my sincere gratitude to all of you. Let me conclude by saying, face the challenges boldly. The ultimate success will be yours. Thank you. Have a nice day. സോ ഒരു സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ, നറേറ്ററിൻ്റെ ഇതിൽ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. ആക്ടിവിറ്റി 2. The story, The Shipwrecked Sailor, is narrated from the point of view of a man involved in a shipwreck. If you were Velasco's friend, how would you narrate the story? You may begin like this. അപ്പോൾ സ്റ്റോറി നിങ്ങൾ എങ്ങനെ നറേറ്റ് ചെയ്യും? വെലാസ്കോ നിങ്ങളുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സ്റ്റാർട്ടിംഗ് ലൈൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, ബാക്കി നിങ്ങളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Velasco and his 4 friends were sailing through the Caribbean Sea. Suddenly, the ship plunged into an abyss and disappeared. He thought that he was utterly alone in the sea. Soon he began to hear shouts nearby. He recognized the voice of his friend Carabello. Soon he saw that his other shipmates were also thrown into the sea. They were shouting to one another to stay afloat. 2 life rafts appeared unexpectedly on the crest of the wave. Velasco swam for about 3 minutes and struggled to grab it. Finally, he jumped aboard. Castello, Carabello, and Luis Rengifo were trying to stay above the water and reach the raft. He grabbed the oars and tried to get closer to the men. At that time, he saw the 4th of his mates, Ramon Herrera, who was waving at him while he held on the crate. Velasco began to paddle furiously. It was very heavy in that lurching sea, and he had to row against the wind. നമ്മൾ കഥ പറയാം കേട്ടോ, നമ്മൾ വെലാസ്കോന്റെ ഫ്രണ്ടായിട്ട്. When he looked around, he saw that Herrera had disappeared. Rengifo was swimming confidently towards the raft. Meanwhile, a gigantic wave lifted the raft. After that, he found that Carabello had vanished with Castello. Rengifo was still swimming calmly towards the raft. In an instant, Velasco was 5 meters away from Rengifo and had lost sight of him. Velasco tried to row, but it was in vain. He made a last try to save Rengifo. Unfortunately, he was not successful and Rengifo sank forever, less than 2 meters away from the oar.
Velasco was alone at sea without food and water. He sat on the side of the raft waiting to be rescued. So നമ്മൾ ആ വെലാസ്കോൻ്റെ എക്സ്പീരിയൻസ് നമ്മുടെ ഭാഷയിൽ നമ്മൾ നറേറ്റ് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. സോ യു ക്യാൻ ഓൾസോ ഫിൽ ദ സെയിം സ്റ്റോറി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് or you can write it in your notebook. Okay. Moving on to the next activity, that is read the following sentences in the sentences column. Change them into news headlines and write them in the news headlines column. അപ്പോൾ എന്താണ് സെൻറ്റൻസ് കോളത്തിൽ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് അത് എന്താണ് ന്യൂസ് ഹെഡ്ലൈൻസ് ആയിട്ട് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് 4 sailors of the Colombian Navy were drowned in the Caribbean Sea when their ship wrecked in a devastating storm. അപ്പോൾ സെൻറ്റൻസ് തന്നിട്ടുണ്ട്, പക്ഷെ ന്യൂസ് ഹെഡ്ലൈൻസ് പറയുമ്പോൾ ഇത്രയും വലിയ സെൻറ്റൻസ് പറഞ്ഞ ആൾക്കാർ എഴുന്നേറ്റോ. അപ്പോൾ എന്താണ് ഷോർട്ടാക്കണം. 4 Colombian sailors drowned എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദ സെയിലർ വെലാസ്കോ വാസ് ഗിവൺ എ ഹീറോയിക് വെൽക്കം ഇൻ എ പബ്ലിക് മീറ്റിംഗ് അറ്റ് ഹിസ് ഹോം ടൗൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? എ ഹീറോയിക് വെൽക്കം ഗിവൺ ടു വെലാസ്കോ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഷോർട്ടായില്ലേ? The sailor Velasco was given a heroic welcome in a public meeting at his hometown. അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്? Now develop any of the news headlines into a complete news report. ഈ കംപ്ലീറ്റ് ന്യൂസ് റിപ്പോർട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൊളംബിയ 28 November 1955 ഡേറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? A Colombian ship was wrecked in the Caribbean Sea and 4 sailors were drowned. The ship was traveling from Mobile, Alabama to Colombia. Among the sailors, Velasco was rescued while 4 of his shipmates, Castillo, Caraballo, Luis Rengifo and Ramon Herrera, drowned. The Caribbean Navy started searching for the dead bodies. It is reported that many more rescue workers will join the team soon. അതാണ് നമ്മുടെ ന്യൂസ് റിപ്പോർട്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി, ബ്രേക്കിംഗ് ന്യൂസ്, കൊളംബിയൻ ഷിപ്പ് wrecked in Caribbean Sea, 4 sailors dead, search for body continues. ഇതാണ് നമ്മുടെ ബ്രേക്കിംഗ് ന്യൂസ് ഹെഡ്ലൈൻസ് ആയിട്ട് നമ്മൾ കൊടുക്കുക. ക്ലിയർ അല്ലേ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി, ലെറ്റ്സ് സ്പീക്ക്. അപ്പം നമുക്ക് ഇനി പറയാനുള്ള ആക്ടിവിറ്റിയാണ്. എന്താന്ന് നോക്കാം. Prepare 10 questions for interviewing the narrator Velasco, who quite unbelievably escaped from shipwreck. You may attempt this as a pair activity in which one of you can be the interviewer and the other narrator. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് ഒരാൾ ഇൻ്റർവ്യൂറും ഒരാൾ നറേറ്ററായിട്ട് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 questions പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് ചോദിക്കണം. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ സ്പീക്കിംഗ് ആക്ടിവിറ്റി ആവുന്നത്. സോ എന്താണ്? വെൻ ഡിഡ് യു ഫസ്റ്റ് സെൻസ് ഡേഞ്ചർ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി കൊടുത്തിരിക്കുന്നത്. വെരി പ്രിപ്പയർ ടു ഫേസ് സച്ച് എ ഡിസാസ്റ്റർ. നമ്മൾ നോർമലി ഒരു ഡിസാസ്റ്റർ ഫേസ് ചെയ്ത ആളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഫില്ല് ചെയ്യാം. വാട്ട് ഗേവ് യു ദ സ്ട്രെങ്ത് ടു റിമെയിൻ എഫ്ലോട്ട്? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വേ യുവർ ഫീലിംഗ്സ് വെൻ യു സോ യുവർ ഷിപ്പ്മേറ്റ്സ് ഡ്രൗണിങ്? ഫോർത്ത് വൺ. ഫിഫ്ത്ത് വൺ എന്താണ്? വൈ വേ യുവർ ഷിപ്പ്മേറ്റ്സ് അൺഎബിൾ ടു സർവൈവ്? അല്ലേ? അത് നമ്മളെല്ലാവരും ചോദിക്കും, എന്തുകൊണ്ട് അവർ രക്ഷപ്പെടാഞ്ഞത്. ആ ഒരു ക്യൂരിയോസിറ്റി അല്ലേ ഇൻ്റർവ്യൂവർ എന്ന് പറയുമ്പോൾ ഉണ്ടാവുമല്ലോ. ഹൗ ഡിഡ് ഇറ്റ് ഫീൽ ടു ബി അലോൺ അറ്റ് സീ? ഓ, അതൊരു വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. സെവൻത്ത് വൺ, വാട്ട് പ്രിക്കോഷൻസ് ഡു യു തിങ്ക് ഷിപ്സ് ഷുഡ് ടേക്ക് ടു ഫേസ് സച്ച് ഡിസാസ്റ്റേഴ്സ്? എയ്ത്ത് വൺ, ഡിഡ് യു ഫീൽ ലൈക്ക് ഗിവിംഗ് അപ്പ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം? നയൻത്ത് വൺ, ഹാസ് ദിസ് ഇൻസിഡൻറ്റ് ലെഫ്റ്റ് എനി ലാസ്റ്റിംഗ് ഇംപ്രഷൻ അപ്പോൺ യു? വാട്ട് ആർ യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? ആണ് 10th വൺ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ സ്റ്റാർട്ടിങ് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് വരുമ്പോൾ ആ ഡിസാസ്റ്ററിൻ്റെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. Suppose you are one of the speakers at a function in which the narrator Velasco is being congratulated. Deliver a speech congratulating him for his brave deed. നമ്മൾ നറേറ്റർ ഉള്ളടത്ത് ഒരു എന്താണ് സ്പീക്കറാണ്. അപ്പം നമ്മൾ ഒരു കൺഗ്രാജുലേറ്റ് ചെയ്ത ഒരു സ്പീച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. Ladies and gentlemen, we have gathered here to honor Mr. Velasco, who is the only survivor of the Colombian shipwreck. As we all know, his survival is quite miraculous and heroic. We really appreciate his bravery and presence of mind. His patience and perseverance should be honored by all. Now he is a hero in our minds. He is a role model for the coming generation. It is my privilege to congratulate Mr. Velasco on behalf of all of us. Let his bravery be an inspiration to us. With this note, I conclude my words. Thank you. Have a nice day. So, അങ്ങനെ സ്പീച്ച് അവസാനിച്ചു. അങ്ങനെയാണ് നറേറ്ററുള്ള ഒരു മീറ്റിംഗിൽ സ്പീക്കറായിട്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു സ്പീച്ചിൻ്റെ ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. യു ക്യാൻ റൈറ്റ് യുവർ ഓൺ സ്പീച്ച് ഓൾസോ. എന്നിട്ട് സ്പീക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ എലക്യൂഷൻ കോമ്പറ്റീഷനൊക്കെ ഉള്ളപ്പോൾ പങ്കെടുക്കുക, നിങ്ങളുടെ കഴിവ് പുറത്തോട്ടെടുക്കാൻ ശ്രമിക്കുക. അടുത്തൊരു ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ലെറ്റ് us discover how grammar works. അല്ലേ? നല്ല ഇൻട്രസ്റ്റിംഗ് പോർഷനാണ്, ഗ്രാമർ പോർഷനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള സെൻറ്റൻസസ് എടുത്തിട്ടുണ്ട്. എ റഫ് വേവ് പുഷ് ദ റാഫ്റ്റ്.
റഫ് വേറൊരു കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലർച്ചിങ് സീ. എ ജൈജാൻറ്റിക് വേവ് ലിഫ്റ്റഡ് ദ റാഫ്റ്റ്. ഹെർ സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. എന്താണ് പറഞ്ഞിരിക്കണേന്ന് നോക്കാം. The words in green color in these sentences describe the nouns. These words belong to the word class called adjective. അതായത് ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നൗൺ എന്താണ് ഇവിടെ? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള വേർഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? adjectives എന്നാണ്. The words which we use to describe nouns are called adjectives. Rough wave അല്ലെ, വേവ് എന്ന നൗണിനെ റഫ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ഇറ്റ് ആണ് അവിടെ വെരി, നൗൺ ആണ് അവിടുത്തെ വെരി ഹെവി. ജൈജാൻറ്റിക് വേവ് അല്ലെ, വേവിനെ പറഞ്ഞിട്ടുണ്ട്. ഹിസ് സെറനിറ്റിനെയാണ് ഹിസ് സെറനിറ്റി ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർബ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് adjectives. Adjectives have 3 degrees of comparison. ഇനി 3 degrees of comparison ആണ് adjectivesനുള്ളത്. എന്തൊക്കെയാണത്? പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഡിഗ്രി ഓഫ് കമ്പാരിസൺ വെച്ച് പറയുമ്പോൾ 3 degrees of adjectives ഉണ്ട്. എന്തൊക്കെയായിരുന്നു? പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. ക്ലിയർ അല്ലേ? Adjectives are 3 degrees of comparison. In the first sentence, his serenity was strong. The word stronger is in the positive degree. In the sentence, his serenity was stronger than the sea. Stronger is a comparative degree. In the sentence, his serenity was the strongest. The word strongest is the superlative degree. അപ്പോൾ strong, stronger, strongest അല്ലേ? Strong, stronger, സ്ട്രോങ്. ആ ഒരു കമ്പാരിസണിൽ, ആ ഡിഗ്രി ഓഫ് കമ്പാരിസണിൽ വരുന്ന മാറ്റങ്ങൾ കണ്ടോ? സ്ട്രോങ്, സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ് അല്ലേ? ആ ഒരു വ്യത്യാസം വരുന്നില്ലേ? സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ആൻഡ് ദർ ആർ, അക്കോർഡിംഗ് ടു ഡിഗ്രി ഓഫ് കമ്പാരിസൺ, ദർ ആർ 3 types of adjectives: positive, comparative and superlative. Now look at the following chart and complete the sentences below using the suitable degrees of the adjective told. ഈ ചാർട്ട് അനുസരിച്ച് എ ബി സി തന്നിട്ടുണ്ട്. എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, സി തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഏറ്റവും വലുത്? ബി ആണ് വലുത്. സി അതിൽ താഴെ, എ ഏറ്റവും സ്മോൾ ആണ്. ഇത് ആ ടോൾ എന്ന അഡ്ജക്റ്റീവ് വെച്ചിട്ട് സെന്റൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഇസ് നോട്ട് ടോൾ ആസ് സി അല്ലേ? ടോൾ ആസ് സി. സി ഇസ് ടോളർ ദാൻ എ. ബി ഇസ് ദ ടോളസ്റ്റ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ പോസിറ്റീവ് കമ്പാരിറ്റീവ് എന്ന് പറയുന്നത് ടോൾ, ടോളർ, ടോളസ്റ്റ് അല്ലേ? അതല്ലേ? ഇത് പോസിറ്റീവ് ആണ്. ബി എന്ന് പറയണത്, ടോൾ എന്ന് പറയണത് പോസിറ്റീവ്. ഇത് കമ്പാരിറ്റീവ്, ഇത് സൂപ്പർലേറ്റീവ് ആണ്. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫാസ്റ്റ് അല്ലേ? ഫാസ്റ്റ് എന്നൊരു വേർഡ് പറയുവാണെങ്കിൽ ഫാസ്റ്റ് എന്താണ്? ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്. നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് അനുസരിച്ചിട്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Do all adjectives follow the same pattern in forming the comparative and superlative forms? എല്ലാ അഡ്ജക്റ്റീവ്സും ഒരു പാറ്റേൺ ആണ്. ഇപ്പം നോക്കിയത് എല്ലാം അങ്ങനെയാണ്. ടോൾ, ടോളർ, ടോളസ്റ്റ്, എന്താണ്? ഷോർട്ട്, ഷോർട്ടർ, ഷോർട്ടസ്റ്റ്. അപ്പോൾ എല്ലാ വേർഡും അങ്ങനെ തന്നെയാണോ ഫോം ചെയ്യുന്നത്? റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ബിലോ സൈറ്റിംഗ് 3 examples ഫോർ ഈച്ച് കേസ്. ഒരെണ്ണം ഇവിടെ എഴുതിയിട്ടുണ്ട്, ലോങ്, ലോങ്ങർ, ലോങ്ങസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇനി വെറുതെ ഓക്കെ. സർട്ടൻ അഡ്ജക്റ്റീവ്സ് ഫോം കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഫോംസ് യൂസിങ് മോർ ആൻഡ് മോസ്റ്റ്. ഇപ്പോൾ പ്രൊവോക്കിംഗ് എന്ന വേർഡിനെ മോർ പ്രൊവോക്കിംഗ് ആണ് കമ്പാരറ്റീവ് വരുന്നത്, മോസ്റ്റ് പ്രൊവോക്കിംഗ് ആണ് സൂപ്പർലേറ്റീവ് വരുന്നത്. അപ്പോൾ വ്യത്യാസം വന്നതുണ്ടോ? എന്താണ്? പ്രൊവോക്കിംഗ് എന്ന വേർഡ് മോർ പ്രൊവോക്കിംഗ് അല്ലേ? മോർ പ്രൊവോക്കിംഗ് വന്ന് ഷോർട്ട് ഫോം ഫുൾ എഴുതുന്നില്ല ടമസ്. ഇനി മോസ്റ്റ് പ്രൊവോക്കിംഗ് ആണ് എന്ത് വരുന്നത്? നമ്മുടെ സൂപ്പർലേറ്റീവ് വരുന്നത്. അപ്പോൾ എല്ലാത്തിലും ടോളർ, ടോളർ, ടോളസ്റ്റ് എന്നല്ല, ഇവിടെ മോറും മോസ്റ്റും ഉപയോഗിച്ചിട്ടാണ് വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. ഇനി നോക്കിയേ, സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇറഗുലർ അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ഇറഗുലർ അഡ്ജക്റ്റീവ്സിന് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫോംസ് ആണ്. നോക്കിയേ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് ഉണ്ടോ? ഒരു ബന്ധവുമില്ലാത്ത വാക്കുകളല്ലേ? ഇവിടെ മോർ, ഇതിൻ്റെ കൂടെ മോർ ആഡ് ചെയ്തു, മോസ്റ്റ് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നാണ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദീസ് സെന്റൻസസ് ഫ്രം ദ സ്റ്റോറി. സെന്റൻസസ് നോക്കാം. ദ ഷിപ്പ് പ്ലങ്ഡ് ഇൻ ടു ആൻ അബീസ് ആൻഡ് ഡിസപ്പിയർഡ്. ഇറ്റ് വാസ് എ പെർഫെക്റ്റ്ലി ക്ലിയർ ഡേ.
The words in red color in the above sentences are called articles or determiners. ഇതിനെ നമ്മൾ articles or determiners എന്നാണ് വിളിക്കുന്നത്. The words in red color is called articles or determiners. They serve to impress the reference of a noun in the context. അവർ നൗണിനെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ they, the, an, a ഇത് മൂന്നുമാണ് നമ്മുടെ ആർട്ടിക്കിൾസ് എന്ന the, an, a. ഇത് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ദ എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴാണ്. ഈ ആൻ എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് വവൽ സൗണ്ടിന്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, ഇത് വവൽ സൗണ്ട് അല്ലേ? എ ആപ്പിൾ അല്ലേ? ആൻ ആപ്പിൾ എന്നാണോ പറയാ, എ ആപ്പിൾ എന്നാണോ പറയാ? ആൻ ആപ്പിൾ എന്നാണ് നമ്മൾ പറയാ അല്ലേ? എ ആപ്പിൾ എന്ന് നമ്മൾ പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വേറൊരു സെന്റൻസ് നോക്കാം. ആപ്പിൾ ഇൻ ഡാഷ് ബാസ്കറ്റ് ഇസ് റോട്ടൺ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ബാസ്ക്കറ്റിൽ ഉള്ള ആപ്പിള് റോട്ടൺ ആണെന്ന്, ചീഞ്ഞിരിക്കുവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ദ. ക്ലിയർ ആയില്ലേ? സോ ദേ ആർ കോൾഡ് ആർട്ടിക്കിൾസ്. ഇനി ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. ഫിൽ ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് എ ആൻഡ് ദ. അപ്പോൾ വവൽ സൗണ്ടിനാണ് ആൻ ഫിൽ ചെയ്യേണ്ടത്, മറന്നു പോകരുത്. I made dash last try so that Renjifo could reach dash or, but dash raised hand which dash few minutes earlier had been trying to keep dash headphones from singing sang forever എന്ന് പറയുന്നത്. I made എന്ത് നമുക്ക് എഴുതാം? I made a last try so that Renjifo could reach അല്ലേ? എന്ത് അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് റീച്ച് ചെയ്യേണ്ടതെന്ന്. സോ ഇറ്റ് ഇസ് ദ ഓർ. ജനറൽ ആയിട്ടല്ല, ദ ഓർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്? ബട്ട് എന്താണ്? ആ പൊങ്ങിയ കൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സ്പെസിഫിക് ആണ്. സോ ദ റേസ്ഡ് ഹാൻഡ് വിച്ച് എ ഫ്യൂ മിനിറ്റ്സ്, മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ജനറലൈസേഷൻ ആണ്. വിച്ച് എ ഫ്യൂ മിനിറ്റ്സ് ഏർലിയർ ഹാഡ് ബീൻ ട്രൈയിങ് ടു കീപ്പ്, എന്തോ സ്പെസിഫിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ ഹെഡ്ഫോൺസ് ആണ്. സോ ദ ഇവിടെ ആൻ യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. മനസ്സിലായല്ലോ? ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ദ, ആൻ, എ ആണ് വരുന്നത്. അതിൽ ആനും എയും യൂസ് ചെയ്യേണ്ടത് പറഞ്ഞു തന്നു. ജനറൽ ആയിട്ട് കോൺസണന്റ് സൗണ്ട്സിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ എ യൂസ് ചെയ്യും, സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ദ യൂസ് ചെയ്യും. ക്ലിയർ അല്ലേ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി 3 ആണ് ചെയ്യാനുള്ളത്. യു ഹാവ് ലേൺഡ് അബൌട്ട് നൗൺ ഫ്രേസ് ഇൻ ദ പ്രീവിയസ് യൂണിറ്റ്. യു ക്യാൻ ഡെവലപ്പ് എ നൗൺ ഇൻ ടു എ നൗൺ ഫ്രേസ് ബൈ ആഡിംഗ് ഡിറ്റർമിനേഴ്സ് ആൻഡ് അഡ്ജക്റ്റീവ്സ് ബിഫോർ ദ ഹെഡ് നൗൺ. കൺസിഡർ ദ ഹെഡ് നൗൺ മാൻ. How can you develop it into a noun phrase? Studying the following word pyramid. ഒരു വേർഡ് പിരമിഡ് തന്നിട്ടുണ്ട്, എന്നിട്ട് നൗൺ ഫ്രേസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിറ്റർമിനേഴ്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്സ് ആഡ് ചെയ്യാം. അഡ്ജക്റ്റീവ്സ് എന്താണ്? ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡിറ്റർമിനേഴ്സ് നമ്മൾ ദ, ആൻ, എ ഒക്കെ പഠിച്ചു. അപ്പോൾ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ആ വേർഡ് പിരമിഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ തന്നിരിക്കുന്നത് മാൻ ആണ്. യു ക്യാൻ സി ദ മാൻ, ദ യങ് മാൻ, ദ ഹാപ്പി യങ് മാൻ എന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വേർഡ് പിരമിഡ് ഫിൽ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി now complete the word pyramid given below, picking up appropriate determinants and adjectives from the box and placing them in the correct position. Placing them in the correct position എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷനിൽ ചെയ്യാം. വുണ്ടാണ് അല്ലേ? വൂണ്ടാണ് തന്നേക്കുന്നത്. വൂണ്ടിനെ വൂണ്ടാക്കാം നമുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു കളർ എടുക്കാം. എന്താണ്? ഡീപ്പ് വൂണ്ടാക്കി. ഇനി എന്താണ്? വൈറ്റ് എടുക്കാം. എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ്. ഡിസ്ക്രൈബിങ് അല്ലേ? ഇവിടെ ഓൾറെഡി നമുക്ക് വേർഡ്സ് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഈസി. അപ്പോൾ നമ്മൾ വേർഡ് പിരമിഡ് ഇങ്ങനെ ആക്കി അല്ലേ? ഇതാണ് നമ്മുടെ വേർഡ് പിരമിഡ്. ക്ലിയർ അല്ലേ? ഇനി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സി വെച്ചിട്ട്. സി എന്താണ്? സി എന്ന് പറയുമ്പോൾ എ സി അല്ലേ? എ സി. നെക്സ്റ്റ് എന്താണ്? എ ഡീപ്പ് സി, എ ഡീപ്പ് ബ്ലൂ സി. ഓക്കെ അല്ലേ? അടുത്ത വേർഡ് പിരമിഡ് ചെയ്യാം. സെയിലർ. സെയിലർ എന്താണ്? എ സെയിലർ, എ ഷിപ്രെക്ട്. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഷിപ്രെക്ട്, സെയിലർ,
ഈ നമ്മുടെ വെലസ്കോനെ വെച്ച് നോക്കുമ്പോൾ യങ് അല്ലേ, 20 years അല്ലേ ഉള്ളൂ. എ യങ് ഷിപ്പ്രെക്ഡ് സെയിലർ. ഓക്കെ അല്ലേ? സോ അത് സെയിലറാണ്. ഇനി ട്രാവലർ ഉണ്ട്. ട്രാവലർ എന്ന് പറയുമ്പോൾ a traveler, a lonely traveler, tired lonely traveler. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. മിസ് ജസ്റ്റ് എക്സാമ്പിൾസ് പറയുന്നതാണ്. ഓക്കെ അല്ലേ? ടയേർഡ് ലോൺലി ട്രാവലർ ആണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നമ്മൾ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് എത്തി. ദാറ്റ് ഈസ് ലെറ്റ് us എഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ എന്തോ എറേഴ്സ് ഒക്കെ ഉള്ളതാണ്, അതാണ് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. റീഡ് ദ ഷോർട്ട് സമ്മറി ഓഫ് ദ ഷിപ്പ്‌വ്രെക്ക് സെയിലർ. ദെയർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ് വിച്ച് ആർ അണ്ടർലൈൻഡ്. എഡിറ്റ് ദ എറേഴ്സ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ 1955 a Colombian ship was on its way back home where the ship was caught in a storm. വേർ ആണ് പറഞ്ഞിരിക്കുന്നത്. വേർ ആണോ വരുന്നത്? വേർ അല്ലല്ലോ. എന്താ വരുന്നേ അല്ലേ? when the ship was caught അല്ലേ? അപ്പോൾ അല്ലേ? അപ്പോൾ when 8 men was flung off the ship going overboard into the Caribbean Sea. 8 men എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. സോ വേർബ് എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. സോ ദാറ്റ് ഇസ് വേർ ആണ്. ജസ്റ്റ് വൺ ലൂയിസ് അലജാൻഡ്രോ വെലസ്കോസ് ഒരാളാണ്. സർവൈവ് അല്ല, സർവൈവ്ഡ് ആണ്. For 10 days he clung to a life raft. Suffering from hunger and lack of water, he completely gave up hope when he was washed ashore in Colombia. The author Gabriel Garcia Marquez, when was working as a journalist, is granted a series of exclusive interviews by Velasco. When was working alla, when was nu endana, who was working alle, who was working as a journalist endana, is granted ആണ്. is alla, was granted. A series of exclusive interviews by Velasco. He write these up and publish them under Velasco's name. Write അല്ല, wrote ആണ്. അപ്പോൾ നമുക്ക് എറേഴ്സ് മനസ്സിലായല്ലോ. നമ്മൾ എഡിറ്റ് കഴിഞ്ഞു അല്ലേ? മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ലെറ്റ് us play with language. Activity. Here is a poem with lot of adjectives. Read the poem and list the adjectives. Adjectives നിറച്ചുള്ള ഒരു poem ആണ് തന്നേക്കുന്നത്. Adjectives എന്താണ്? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. So we will listen to the poem. Two funny little red apples ആണ് പോയത്തിന്റെ പേര്. Two funny little red apples fell from a tree one day. Both small apples rolled and rolled till they got far away. They rolled into a big green yard, right past 3 white dogs. They rolled right past a cold blue lake and over 4 brown logs. They did not stop. They kept on going fast as a speeding train until they felt some small wet drops fall from the dark sky as rain. They rolled into a pretty new house where a kind lady made them dry. Then she put the 2 clean red apples into a fruit salad. So ഒരു ഫണ്ണി പോയം ആണ്. അപ്പോൾ അതിൽ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഫണ്ണി, ലിറ്റിൽ, റെഡ്, സ്മോൾ, ബിഗ്, ഗ്രീൻ, വൈറ്റ്, കോൾഡ്, ബ്ലൂ, 4 brown, speeding, small, wet, dark, pretty, new, kind, dry, too clean. അതായത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തും അഡ്ജക്റ്റീവ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. So many adjectives are there in this very short poem. Now you may write a poem like the one above on any one of the fruits you like. Don't forget to change the adjectives. നിങ്ങളോട് സ്വയം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് 2 little yellow mangoes എന്നാണ് പോയതിൻ്റെ പേര് കൊടുത്തേക്കുന്ന. 2 little mangoes hanging on a tree. 2 yellow mangoes looking at me. I shook the small tree as hard as I could. Down came the yummy mangoes. Yum yum, so good. I cut the tasty mangoes and put it in my mouth. Tasty syrupy juicy mangoes. I loved it a lot. So അതൊരു വളരെ ഷോർട്ട് പോയമാണ്. അതിൽ അഡ്ജക്റ്റീവ്സ് നിറച്ചുണ്ട്. സോ ബൈ ദസ് വി കം ടു ദ എൻഡ് ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ആൻഡ് ദ ക്വസ്റ്റൻ ആൻസേഴ്സ് ആൻഡ് ദ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മുടെ എക്സാം പോയിന്റിൻ്റെ ബുക്സ് റെഫർ ചെയ്തിട്ടാണ്. സോ യു ക്യാൻ ഓൾസോ റെഫർ ദ സെയിം തിങ്. അപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുവാണ് അല്ലേ? സോ എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ സമ്മറി? ഷിപ്പ് റെക്ക് സെയിലർ അല്ലേ? ആ സെയിലർ കടലിൽ മുങ്ങി താന്നു പോകുന്ന ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ആ നാവികൻ ആരായിരുന്നു? വെലാസ്കോ. വെലാസ്കോൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഷിപ്പ് മേറ്റ്സ് ബാക്കിയുള്ളവരെല്ലാവരും തന്നെ മുങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ സിറ്റുവേഷൻ വളരെ നന്നായി നമുക്ക് മനസ്സിലായി. ഒരു ട്രാജിക് സിറ്റുവേഷൻ, അതിൽ നിന്ന് രക്ഷപ്പെട്ട വെലാസ്കോൻ്റെ അവസ്ഥ എല്ലാം വളരെ മനോഹരമായി കഥ പറയുന്നുണ്ട് അല്ലേ? നമുക്ക് വ്യക്തമായ കാര്യങ്ങളാണ് അതിലുള്ള ക്യാരക്ടേഴ്സും അവരുടെ രഞ്ജിഫോൻ്റെ ആ ലാസ്റ്റ്
ടൈം വരെയുള്ള എന്താണ് സർവൈവ് ചെയ്യാനുള്ള ത്രൈവും ഒക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലായി. സോ ആ കഥയിലെ എല്ലാ കാര്യങ്ങളും മിസ് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ എടുത്ത ആ വേർഷൻ ഒന്നും കൂടി ജസ്റ്റ് ആ പാട്ട് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കണ്ടാൽ മതി. സോ നമ്മൾ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് നമുക്ക് കാണാം. അൺടിൽ ദെൻ ഇറ്റ്സ് ഗുഡ് ബൈ. താങ്ക് യു ചിൽഡ്രൻ.